നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ പ്രസംഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പായിട്ട്, അതായത് യുഗങ്ങൾക്ക് മുമ്പേ ഒരുക്കിയിരുന്ന ആ ദൈവത്തിന്റെ കൃപ കാലത്തിന്റെ തികവിൽ വെളിപ്പെട്ടു. നമ്മൾ 2 തിമോത്തി 1:9 ഇത് ഇപ്പോൾ ദൃശ്യമായി. ജസ്റ്റ് അതിന്റെ ഒരു ബേസ്, ഇതുവരെ ചിന്തിച്ചതിന്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പറയുന്നുള്ളൂ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് സുവിശേഷത്തിലൂടെ ജീവനും അമർത്യതയും വെളിപ്പെട്ടു. കാരണം ജീവിതകാലം മുഴുവൻ മനുഷ്യവർഗ എൻ്റെ ഹ്യൂമാനിറ്റി വാസ് ലിവിങ് അണ്ടർ ദി ഫിയർ ഓഫ് ഡെത്ത്. അല്ലെ, ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിഞ്ഞിരുന്നു. എല്ലാ മനുഷ്യർക്കും മരണത്തെ ഭയമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന 2 തിമോത്തിയിൽ വായിക്കുന്ന അതിൻ്റെ 9:1 എന്നാൽ നമ്മെ രക്ഷിക്കുകയും ഒരു വിശുദ്ധ വിളിയാൽ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ പ്രവൃത്തികളാലല്ല, അവന്റെ തന്നെ നിർണയത്തിലും ക്രിസ്തു യേശുവിലൂടെ ക്രിസ്തു യേശുവിലൂടെ യുഗങ്ങൾക്ക് മുമ്പേ അവൻ നമുക്ക് നൽകിയ കൃപയാലുമാണ്. എന്നാൽ ഇത് ഇപ്പോൾ നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ ആഗമനത്തിലൂടെ പ്രകടമായിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കി സുവിശേഷത്തിലൂടെ ജീവനും അമർത്യതയും വെളിവാക്കി. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ജീവിതകാലം മുഴുവൻ മരണഭയത്തിലായിരുന്നു മനുഷ്യൻ. പക്ഷേ മരണഭയത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ഹൗ? ത്രൂ ഗോസ്പൽ, സുവിശേഷത്തിലൂടെ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഇന്ന് പലതരം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, സ്ഥലങ്ങൾ അറിയാവുന്ന സ്ഥലം, മറ്റൊരു യേശു, മറ്റൊരു ഗോസ്പൽ, മറ്റൊരു സ്പിരിറ്റ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒറിജിനൽ നല്ലപോലെ പഠിച്ചാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഒറിജിനലിനെ കുറിച്ച് കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഞാൻ ചിന്തിക്കുകയത്, കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമോന്റെ കയ്യിൽ കുഞ്ഞിൻ്റെ എടുത്ത് പിടിച്ചപ്പോൾ ശിമോൻ ഇൻസ്പയർഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് പറഞ്ഞു, മനുഷ്യവർഗത്തിന് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇന്ന് എൻ്റെ കണ്ണ് കണ്ടിരിക്കുന്നു. അതായത് ദാറ്റ് ജീസസ് ഈസ് ദി സാൽവേഷൻ, രക്ഷ. അപ്പൊ ഇതില് ആ യേശു നൽകിയ രക്ഷ നമുക്ക് വേണ്ടത്. എന്നാൽ ബൈബിൾ പറയുന്നത് there are numerous number of ജീസസ് ക്രൈസ്റ്റ്. കള്ള ക്രിസ്തുമാർ വരുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു മറ്റൊരു ജീസസ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആ ബൈബിളിൽ കണ്ട യേശു ഒരു രക്ഷ നൽകിയെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് യേശുമാരും എന്ത് തരും? ഡിഫറെന്റ് രക്ഷകൾ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, നമുക്ക് ബൈബിളിൽ, അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ രക്ഷ പഠിക്കുന്നത്. കാരണം എല്ലാ ഡ്യൂപ്ലിക്കേറ്റും ഒരു രക്ഷാനുഭവം നൽകും. പക്ഷേ ആ ഡ്യൂപ്ലിക്കേറ്റ് നിലനിൽക്കില്ല. നമ്മൾ വായിക്കുന്ന പോലെ അത് കർത്താവിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയില്ല. അതുപോലെ നമ്മൾ ഈ കടലിലേക്ക് വലയിടുന്ന, സ്വർഗരാജ്യത്തെ കടലിലേക്ക് എറിഞ്ഞ വലയോട് ഉപയോഗിക്കാം. പലതരം മത്സ്യങ്ങൾ അതിൽപ്പെടും. ഡിഫറെന്റ് ഗോസ്പിൾസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത്, കാരണം പത്രോസിന്റെ പ്രസംഗമാണ് ദി ചർച്ചിന്റെ ബിഗിനിങ്. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള, അതാണ് മോഡൽ പ്രീച്ചിങ്. കാരണം മറ്റു പല സ്ഥലങ്ങളിലും രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഫിലിപ്പയിൽ ജയിലധികാരിയോട് പറഞ്ഞു, then ഷണ്ടനോട് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സ്നാനപ്പെടാം. ഇതെല്ലാം ഈ ഫുൾ ഗോസ്പലിന്റെ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സാണ്. പത്രോസിന്റെ പ്രസംഗത്തിൽ ഫുൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ഈ പത്രോസിന്റെ പ്രസംഗത്തിന് 2 പാർട്ടുണ്ട്. A-B, കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ പോലെ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളൊന്നും സുവിശേഷം പറയുക, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുന്നവൻ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ഞാൻ പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. പല സ്ഥലത്തും അത് സെയിം നമുക്ക് മുഴങ്ങി കേൾക്കുന്നുണ്ട്. ദെൻ തിമോത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യനും രക്ഷ പ്രാപിക്കണമെന്ന് ഫസ്റ്റ് പാർട്ട്, സത്യത്തിന്റെ അറിവിൽ ചെന്നെത്തണമെന്നുള്ള സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇതില് പത്രോസിന്റെ പ്രസംഗത്തിലും ഫസ്റ്റ് പാർട്ട്, നമ്മളൊന്ന് ജസ്റ്റ് Acts 2 വരുമ്പോൾ അതിനൊരു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. അതിന്റെ 40 വരെയുള്ളത്, 2:40 വരെയുള്ളത് ഫസ്റ്റ് പാർട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഓർക്കുന്നോ? വി ആർ ഓൾ സ്പ്രിങ്കിൾഡ് ബൈ ദി ബ്ലഡ് ഓഫ് ദി ജീസസ് ക്രൈസ്റ്റ്. അതെന്തായിരുന്നു ആ സ്പ്രിങ്കിളിംഗ് ഓഫ് ദി ബ്ലഡ്? ഓൾഡ് ടെസ്റ്റമെന്റുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതിയേക്കുന്നത് നമ്മൾ ചിന്തിച്ചതാ. സ്പ്രിങ്കിളിംഗ് ഓഫ് ദി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വഴി നമ്മുടെ മേൽ തളിക്കപ്പെട്ടിട്ടുണ്ട്. തളിക്കപ്പെട്ടതിന്റെ മീനിങ് എന്ന് പറയുന്നത് വി ആർ ലിങ്ക് ടു ഒബേ ദി വേർഡ്. കാരണം പുസ്തകത്തിന് മേൽ കുറെ തളിച്ചു, ഈ ജനങ്ങളുടെ മേൽ തളിച്ചു. സെയിം വേ നമ്മുടെ മേൽ തളിച്ചെന്ന് പറയുമ്പോൾ വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു ഒബേ. ഈ ചിന്തിച്ചതാ, അത് വെറുതെ അങ്ങ് തളിക്കുകയല്ലേ, ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചിട്ടാ. സെയിം വേ നമ്മളും ആക്ച്വലി, നമുക്ക് എന്താ പറയുന്നത്, പൂർണ്ണ സുവിശേഷം കറക്റ്റായിട്ട് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ബട്ട് നമ്മൾ ചിന്തിച്ച പോലെ ഭാഗമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് നൗ വി റിസീവ്ഡ് ഇൻ ഫുൾ.
അപ്പം ഇത് മുഴുവൻ വായിച്ചു കേട്ടിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ബട്ട് നൗ വി നോ ഇറ്റ്. അപ്പം ഇതിൽ മുഴുവൻ വായിച്ചു കേട്ടെന്ന് പറഞ്ഞാൽ ഫുൾ ഒബീഡിയൻസിനുള്ള ഒരു വില്ലിങ്നെസ്സാണ്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടോ, കർത്താവ് പറഞ്ഞാന്ന് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ദർ ഈസ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു ഒബേ. അതാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അത് ആ സ്പ്രിംഗ്ലിംഗ് ഓഫ് ദി ബ്ലഡ്. ദി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ഓഫ് സിന്നുമായിട്ട് റിലേറ്റഡാണ്. ഈ പീറ്ററിൻ്റെ ചാപ്റ്റർ 2 എടുക്കുമ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നത് വി ഓൾ മസ്റ്റ് ബി തറലി ഫൗണ്ടഡ് ആയിരിക്കണം ഈ കാര്യത്തിൽ. അതായത് വേറൊരു സുവിശേഷം നമ്മുടെ അടുത്ത് ഒരു കാരണവശാലും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. കാരണം വേറൊരു സുവിശേഷം വേറൊരു രക്ഷ കൊണ്ടുവരും. അപ്പോൾ പല ആൾക്കാരും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സുവിശേഷം വെച്ചല്ല. അവർക്ക് രക്ഷയുടെ അനുഭവം ഉണ്ട് തീർച്ചയായിട്ടും. നമുക്ക് രക്ഷയുടെ അനുഭവം പലരും പറയുന്നത് ഇപ്പോൾ ഐ വാസ് എ കരിസ്മാറ്റിക്, പിന്നെ ഐ വാസ് കണ്ടിന്യൂസ്ലി ഗോയിങ് ഫോർ കരിസ്മാറ്റിക്, ഐ വാസ് ഹാവിങ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. എനിക്കുണ്ടായിരുന്നു, അനുഭവങ്ങളുണ്ടായിരുന്നു. ദെൻ ഈ മാതാ അമൃതാനന്ദമയ്യയുടെ അടുത്ത് പോയിട്ട് വന്ന ഒരാൾ എനിക്കറിയാം, എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ. ഹി വാസ് എ ഡ്രങ്കാർഡ്, സ്മോക്കറുമായിരുന്നു. സ്മോക്കിംഗ് നിർത്തി, കള്ളുകൂടി നിർത്തി. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. സോ ഇറ്റ്സ് നോട്ട്, അനുഭവങ്ങളല്ല. കർത്താവ് പറഞ്ഞു ദുഷിച്ചതും വ്യഭിചരിക്കുന്നതുമായിട്ടുള്ള തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത്. ബട്ട് യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളവും നമ്മുടെ സാൽവേഷൻ ബേസിസ് ആയിട്ടില്ല. യോനായുടെ അടയാളം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം. അതാണ് ഗോസ്പൽ. നമ്മൾ വായിക്കുന്നില്ലേ? അതായത് എന്നെ ഫലം ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ആ ഗോസ്പൽ വളരെ ബ്രീഫായിട്ട് പറയുന്നത് എവിടെയാ? ഇത് അറിയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അതായത് ഞാൻ ഇത്തിരിയുടെ ക്ലൂ തരിക. അത് എന്നെ ഫലമേൽപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചത് തിരുവഴുത്തിന് പ്രകാരം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതിങ്ങനെ ഒരു വ്യത്യാസം വരാൻ പാടില്ല. 1 Corinthians 15 നോക്കി ഭാഗം ഒന്ന് വായിക്കും. കാരണം ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയായി നോക്കുന്നു. നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തേക്കുന്നല്ലേ. ഇത് ഏറ്റവും ബേസിക്കാ, ആരൊന്നും അറിയില്ല. നോക്കി ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ്. കാരണം നിങ്ങൾ ഇവിടെ തീരെ ന്യൂലി സ്റ്റാർട്ട് ചെയ്ത പിള്ളേരൊന്നും ഇല്ല കൂട്ടത്തിൽ. ഇത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്താൽ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടും. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഒന്ന് വായിക്കുമ്പോൾ ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. സഹോദരരെ, ഞാൻ പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ച് ഉറച്ചു നിൽക്കുന്നതും നിങ്ങൾക്ക് രക്ഷാകരവുമായ സുവിശേഷത്തെ പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ സ്വീകരിച്ച് ഉറച്ചു നിൽക്കുന്നതുമായിട്ടുള്ള രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവോ? ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമാണ്. അപ്പൊ ഇത് ഈ സത്യവേദപുസ്തകം വായിക്കുന്നവർ അത് പ്രത്യേകമായിട്ട് ആ സ്ഥലം വായിച്ചാൽ, സത്യവേദപുസ്തകം വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് യു ഹാവ് ടു ചെക്ക് അതർ ട്രാൻസ്ലേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മീനിങ്ങേ കിട്ടത്തില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്പിരിച്വൽ ട്രൂത്താണ്. കാരണം ഒന്നാമത് വായിച്ചപ്പോൾ ലാസ്റ്റ് പാട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമാണ്. ഉണ്ടോ? അപ്പൊ അത് ഇംഗ്ലീഷോടെ വായിക്കുക ഫസ്റ്റ് പാട്ട്. Moreover, brethren, I declare to you the gospel which I preached to you, which also you received, and in which you stand, by which also you are saved, if you hold fast that word which I preached to you, unless you believed in vain. കാരണം ഇത് എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻകാരും എല്ലാവരും വായിക്കേണ്ടതാ. ഇഫ് യു ആർ നോട്ട് ഹോൾഡിംഗ് ഫാസ്റ്റ് യു ബിലീവ്ഡ് ഇൻ വെയിൻ. അപ്പൊ നമ്മളിത് ഇനി പോള് പറയാ എന്താ പ്രീച്ച് ചെയ്ത ഗോസ്പൽ എന്ന്. അതോടെ ഒന്ന് വെച്ചപ്പോ എനിക്ക് ലഭിച്ചത് പരമപ്രധാനമായി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. അതെ, ഇത് ഗോസ്പലാണ്. പോൾ പ്രസംഗിച്ചതാണ്. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. പിന്നീട് 500-ലധികം സഹോദരങ്ങൾക്ക് ഒരവസരത്തിൽ അവൻ പ്രത്യക്ഷനായി. അവരിൽ ചിലർ നിത്യനിദ്ര പ്രാപിച്ചെങ്കിലും മിക്കവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പിന്നീട് യാക്കോബിനും എല്ലാ അപ്പോസ്തലന്മാർക്കും അവൻ പ്രത്യക്ഷനായി. അവസാനമായി അഗാധജാതനെ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. അവിടെയാണ് ദി ഫസ്റ്റ് പാർട്ട്. അവസാനമായി എനിക്കും പ്രത്യക്ഷപ്പെട്ടു. ഇത് വെൻ വി ആർ ടെല്ലിംഗ് ഇറ്റ്, വെൻ ഹി അപ്പിയർഡ് ടു മീ,
ദെൻ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇതിൽ പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നമ്മൾ വി ഹാവ് ടു ബി വെരി സെൻസിറ്റീവ്. അവിടെ 2 തവണ വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി, വീണ്ടും വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി. വെൻ പോൾ വാസ് റൈറ്റിംഗ്, ഓൾവേസ് ഹി വാസ് സൈറ്റിംഗ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ സ്ക്രിപ്ചർ. ഇപ്പോൾ റോമൻ ലേഖനം എടുക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് എടുത്താൽ ഈ സുവിശേഷം യുഗങ്ങൾക്ക് മുമ്പേ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാണ്. ഇത് വിശുദ്ധ പ്രവാചകന്മാരുടെ തിരുവെഴുത്തുകളിലൂടെ നേരത്തെ തന്നെ വെളിപ്പെട്ടിട്ടുള്ള റോമൻസ് 1 സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ, കാരണം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഞാൻ വായിക്കാം. ഈ സുവിശേഷം 1:2, ഈ സുവിശേഷം പ്രവാചകരിലൂടെ വിശുദ്ധ ലിഖിതങ്ങളിൽ മുമ്പേ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പൊ ഇത് പുതിയതായിട്ട് വന്നൊരു ഐഡിയ അല്ല. പോൾ പറയാണ് ഇത് വിശുദ്ധ ലിഖിതങ്ങളിൽ മുമ്പേ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫെയ്ത്ത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി സപ്പോർട്ടഡ് ബൈ സ്ക്രിപ്ചർ, വേറൊരു സുവിശേഷമാവും, വേറൊരു ക്രിസ്തുവാകും, വേറൊരു രക്ഷയാകും, നിലനിൽക്കാത്ത രക്ഷയാകും. അതുകൊണ്ടാണ് നമ്മൾ വിത്തൗട്ട് എനി ചാൻസ് ഫോർ ദി അഡ്വേഴ്സറി ടു എക്സ്പ്ലോയിറ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ട്സ് ചാപ്റ്റർ 2 എടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഫോർഗിവ്നെസ് ഓഫ് സിൻ, നമ്മൾ വായിക്കുന്നുണ്ട്. എഫേഷ്യൻസിൽ പോൾ പറയാം, നമ്മൾ ക്രിസ്തുവിൽ നിന്ന് കണക്ഷൻ ഇല്ലാതെ ജീവിച്ചിരുന്നവരാ, വിജാതീയരായിരുന്നു. അതായത് യഹൂദ പൈതൃകത്വവുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരായി, ഒരു വേർഡ് പറയുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരായി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് പോൾ, ലോകത്തിൽ ദൈവമില്ലാത്തവരായി, വിത്തൗട്ട് ഹോപ്പ്. ദൈവമില്ലാത്ത മനുഷ്യന് എന്ത് ഹോപ്പുള്ളത് നോക്ക്. ഇപ്പം എത്ര സ്മാർട്ടായിട്ട് ജീവിച്ചാലും 100 വർഷം കഴിയുമ്പോൾ മരണത്തോടടുക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശയില്ലാത്ത മനുഷ്യന് എന്ത് ഹോപ്പുള്ളത് എന്ന് ആലോചിച്ചു. ഞാൻ ഇങ്ങനെ കുറച്ച് വായിച്ചിട്ടുണ്ട്. ഒരു നിരീശ്വരവാദി, ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു നിരീശ്വരവാദി, ഒത്തിരി വലിയൊരു പ്രൊപ്പഗേറ്റർ ഓഫ് എത്തിസം ആയിരുന്നു. പക്ഷെ മരിക്കാറായപ്പോഴത്തേക്കും ഒരു പേടിച്ചു വിറയ്ക്കുമായിരുന്നു പറഞ്ഞത്. കാരണം മരണത്തെ ഭയം, ഇനി ഒരു പ്രത്യാശയില്ല, മരണത്തിന് അപ്പുറത്തേക്ക് ഒരു പ്രത്യാശയില്ല. അപ്പൊ അതുകൊണ്ട് എഫിഷ്യൻസി പറയുന്നത് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നു 12, അന്ന് നിങ്ങൾ ക്രിസ്തുവിനോട് ബന്ധപ്പെടാതെ, യഹൂദ പൈതൃകത്തിൽ പങ്കില്ലാതെ, വാഗ്ദാനപ്രകാരമുള്ള ഉടമ്പടിക്ക് അന്യരായി, പ്രത്യാശയില്ലാത്തവരായി, ലോകത്തിൽ ദൈവമില്ലാത്തവരായി കഴിഞ്ഞിരുന്നവർക്ക്. നമുക്ക് ഈ ലോകത്തിൽ എത്ര മിടുക്കന്മാരും എത്ര ശക്തന്മാരും എത്ര ഭക്തന്മാരും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ക്രിസ്തു ഇല്ലാത്തവന് പ്രത്യാശയില്ല. അതവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദ പൈതൃകത്തിൽ പങ്കില്ലാതെ. നമ്മൾ ചിന്തിക്കും, നമ്മൾ ബൈ ബർത്ത് നമ്മൾ ജെന്റൈൽസാ അല്ലേ, നമുക്ക് യഹൂദ പൈതൃകത്വമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ്. അപ്പം നമുക്ക് എങ്ങനെ ഈ കണക്ഷൻ കിട്ടി എന്നുള്ളത്, അതായത് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാത്രം. റോമൻസ് 5 സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം വഴി എന്തുണ്ടായിരുന്നു? അതെ, പീസ് വിത്ത് ഗോഡ്. റോമൻസ് 5. അപ്പം പത്രോസിന്റെ സുവിശേഷത്തിന്റെ ബേസായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവവുമായി രമ്യപ്പെട്ടിരിക്കും. വി ആർ റിക്കൺസൈൽഡ്. കാരണം ദൈവം അങ്ങനെ റിക്കൺസൈൽ ചെയ്തില്ല. പാപം ചെയ്ത മനുഷ്യനെ, പാപിയെ ദൈവത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാപിയോടുള്ള സ്നേഹം നമ്മൾ എന്നും ചിന്തിക്കുന്ന, പാപിയോടുള്ള സ്നേഹമായിരുന്നു കർത്താവിന്റെ മരണം. ആ മരണത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് സ്നേഹമാണോ? ദി റാത്ത് ഓഫ് ഗോഡ്. അപ്പൊ ഇതില് കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവമായി രമ്യപ്പെട്ടിരിക്കുന്നു. അവനിലൂടെ ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നാം ആനന്ദിക്കുകയും ചെയ്യുന്നു. അതിനുപരിയായി അപ്പൊ ഈ പ്രത്യാശ നമുക്ക് കിട്ടിയത് കർത്താവായ യേശുക്രിസ്തു വഴിയാണ്. കർത്താവ് കുരിശിൽ ചൊരിഞ്ഞ രക്തം അത് എന്റെ പാപത്തിന് പരിഹാരമായി എന്ന് നമ്മൾ വിശ്വസിച്ച്, സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളുമായിട്ട് റിക്കൺസൈൽഡ്. അതുവരെ ദൈവമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? ബൈബിൾ ഉപയോഗിച്ചേക്കുന്ന വേർഡ് എന്താ? ശത്രുക്കളായി. കുരിശിന്റെ ശത്രുക്കൾ നല്ല വിവരം കൊളോഷ്യൻസിൽ എഴുതിയേക്കുന്ന ശത്രുക്കളായിരുന്നു നമ്മൾ. അപ്പൊ നമ്മളത് അറിയേണ്ട കാര്യമാണ്. അതായത് ദൈവം നമ്മുടെ ശത്രുവായിരുന്നു. കൊളോഷ്യൻസ് 1 അതിന്റെ 19 തുടങ്ങി, അവനിൽ തന്റെ പൂർണ്ണത കുടികൊള്ളാൻ ദൈവം തിരുമനസ്സായി, ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാം അവനിലൂടെ ദൈവത്തോട് രമ്യപ്പെട്ടു. കുരിശിൽ അവൻ ചൊരിഞ്ഞ രക്തത്തിലൂടെ
ഈ സമാധാനം സ്ഥാപിതമായി. ഒരു കാലത്ത് നിങ്ങൾ ദൈവത്തിന് അന്യരും മാനസികമായി ദൈവത്തിന്റെ ശത്രുക്കളും ദുർവൃത്തരുമായിരുന്നു. എന്നാൽ തന്റെ പുത്രന്റെ ശാരീരിക മരണം വഴി നിങ്ങളെ നിർമ്മലരും പരിശുദ്ധരും കുറ്റമറ്റവരുമാക്കി തന്റെ സന്നിധിയിൽ നിർത്താൻ ദൈവം ഇപ്പോൾ നിങ്ങളുമായി രമ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ദൃഢചിത്തരും അചഞ്ചലരുമായ വിശ്വാസത്തിൽ തുടർന്ന് നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ നിൽക്കണമെന്ന് മാത്രം. അത് തന്നെ നമ്മൾ 1 Corinthians 15 വായിച്ചത്. അതായത് ഇത് നമ്മളിങ്ങനെ ഒരു ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ ആദ്യം ഒന്ന് കൈപൊക്കി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്നൊന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും അങ്ങ് എത്തിപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഇത് പ്രത്യേകം എഴുതിയിരിക്കുന്നത് 23 നിങ്ങൾ ദൃഢചിത്തരും. ഇത് ദൃഢചിത്തർക്കുള്ളതാണ് കർത്താവിന്റെ മാർഗം, അല്ലാതെ വീക്ക് മൈൻഡഡ് ആൾക്കാർക്കുള്ളതല്ല. നിങ്ങൾ ദൃഢചിത്തരും അചഞ്ചലരുമായി വിശ്വാസത്തിൽ തുടർന്ന് കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ നിൽക്കണമെന്ന് മാത്രം. അപ്പോഴാണ് ഈ കുരിശിൽ ചൊരിഞ്ഞ രക്തം വഴി ദൈവമായിട്ടുള്ള റിക്കൺസിലിയേഷൻ നമുക്ക് ടിൽ ഡെത്ത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ പത്രോസിന്റെ പ്രസംഗത്തിന്റെ സ്റ്റാർട്ടിങ്ങില് അത് ആ കുരിശിൽ ചൊരിഞ്ഞ രക്തമാണ് നമ്മളുമായിട്ട് റിക്കൺസൈൽഡ് ആക്കുന്നത്. അല്ലെങ്കിൽ ആ രക്തം അല്ലെങ്കിൽ കുരിശിൽ ചൊരിഞ്ഞ രക്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച ഡെത്ത് വഴിയായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഫോർഗീവ്നെസ് ഓഫ് സിൻ കിട്ടി, അല്ലെങ്കിൽ നമ്മളെ മക്കളായിട്ട് ദൈവം അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ വായിക്കുന്നില്ലേ, അതായത് നിയമം വഴി ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമാണ് നിയമം തന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പാപത്തെ കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ആ സൽക്കർമ്മങ്ങൾ വഴി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ് നിയമം വഴി നമുക്ക് കിട്ടിയത്. എന്നാൽ ഇങ്ങനെ എഴുതിയേക്കുക, എന്നാൽ ഇപ്പോൾ നിയമത്തിന് പുറത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അതായത് രക്തത്താൽ ഉളവാകുന്നതും തന്റെ സന്നിധ്യമായിരിക്കാം രക്തത്താൽ ഉളവാകുന്നതും വിശ്വാസത്താൽ ലഭ്യമാകേണ്ടതും അവന്റെ രക്തത്താൽ ഉള്ളതുമായ പാപപരിഹാരത്തിന് ദൈവം അവനെ നിയോഗിച്ചു. ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാനായിരുന്നു ഇത്. കാരണം അവൻ തന്റെ ദൈവിക സഹിഷ്ണുതയിൽ പൂർവ്വ പാപങ്ങൾ അവഗണിച്ചു. താൻ നീതിമാനാണ് എന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ താൻ നീതീകരിക്കുന്നുവെന്നും ഇക്കാലത്ത് തെളിയിക്കാനായിരുന്നു ഇത്. അപ്പൊ ഇതില് രക്തത്താലുള്ള നീതീകരണം നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്? 25 വിശ്വാസത്താൽ ലഭ്യമാകേണ്ടതും അവന്റെ രക്തത്താൽ ഉള്ളതുമായ പാപപരിഹാരത്തിന് ദൈവം അവനെ നിയോഗിച്ചു. ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാനായിരുന്നു ഇത്. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു ഹിസ് സാക്രിഫൈസ്, കർത്താവിന്റെ ആ ബലിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹീബ്രൂസിൽ നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്. അതായത് പാപപരിഹാരമായിട്ട് എടുക്കുന്ന ഓഫർ ചെയ്യാനുള്ള ബ്ലഡ് എടുക്കുന്ന മൃഗത്തിന്റെ ഡെഡ് ബോഡി എവിടെയാ ദഹിപ്പിച്ചിരുന്നത്? പാളയത്തിന് പുറത്താണ് ദഹിപ്പിച്ചിരുന്നത്. അല്ലാതെ എല്ലാം ബലിപീഠത്തിലാണ് ദഹിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ പാപയാഗമായിട്ട് അർപ്പിക്കുന്ന മൃഗത്തിന്റെ ബലി മാത്രം ദേവാലയത്തിന് പുറത്തല്ല, ബോഡി ദേവാലയത്തിന് പുറത്തായിരുന്നു ബേൺ ചെയ്തുകൊണ്ടിരുന്നത്. ബലികൾ അറിയാമോ? ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, മുഴുവൻ അറിഞ്ഞില്ലെങ്കിലും. അതായത് പാപയാഗമായിട്ട് അതിനായിട്ട് അർപ്പിക്കുന്ന രക്തം എടുത്ത മൃഗത്തിന്റെ ഈ ശരീരം അല്ലെങ്കിൽ ബോഡി എല്ലാം ഈ ടെമ്പിളിന് പുറത്താണ് ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ദഹിപ്പിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അല്ലാതെ എല്ലാം ഈ ബലിപീഠത്തിനടിയിലൊക്കെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഹീബ്രൂസ് 13 എടുക്കുമ്പോൾ നമ്മളിന്ന് വായിക്കുന്നത് നമുക്കറിയാവുന്ന സ്ഥലം ഒന്ന് വായിക്കുമ്പോൾ ഹീബ്രൂസ് 13 ഒന്ന് വായിച്ചു 13:11 ഒന്ന് വായിച്ചു. പാപയാഗമായി വിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗങ്ങളുടെ ശരീരം പാളയത്തിന് വെളിയിൽ ദഹിപ്പിക്കുന്നു. അതിനാൽ യേശുവിൻ തന്റെ രക്തത്തിൽ ജനത്തെ വിശുദ്ധീകരിക്കാൻ കവാടത്തിന് പുറത്ത് പീഡ സഹിച്ചു. അതെ, അപ്പൊ ഇതില് നമുക്ക് കവാടത്തിന് പുറത്ത് ഔട്ട്സൈഡ് ദി ടെമ്പിൾ, ജെറുസലേമിൽ തന്നെയാണ്, ബട്ട് ഔട്ട്സൈഡ് ദി ടെമ്പിൾ. അപ്പൊ ഇതില് പാപയാഗമായി വിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കൊണ്ടുപോകുന്ന രക്തം എടുത്ത മൃഗങ്ങളുടെ ശരീരം പാളയത്തിന് വെളിയിൽ ദഹിപ്പിക്കുന്നു. കാരണം ഈ പാപയാഗമായിട്ടുള്ളതല്ലാത്ത ഹോമയാഗം ഇതിന്റെയൊക്കെ വിത്തിൻ ദി ടെമ്പിൾ തന്നെ ദഹിപ്പിക്കുന്നത്. ഈ പാപയാഗമായിട്ട് അർപ്പിക്കാനുള്ള ബ്ലഡ് എടുത്ത മൃഗങ്ങളുടെ ശരീരം പാളയത്തിന് വെളിയിൽ ദഹിപ്പിക്കുന്നു. അതിനാൽ യേശുവും തന്റെ രക്തത്തിൽ ജനത്തെ വിശുദ്ധീകരിക്കാൻ കവാടത്തിന് പുറത്ത് പീഡ സഹിച്ചു. അതുകൊണ്ട് അവൻ സഹിച്ച അവമതി ചുമന്ന് നമുക്ക് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലാം. അപ്പൊ ഈ ബലി എടുക്കുമ്പോൾ ലെവിറ്റിക്കസ് 4 എടുക്കുമ്പോൾ
അതായത് പുരോഹിതന്റെ ബലിയുണ്ട്, ജനത്തിന്റെ ബലിയുണ്ട്, എല്ലാ ബലിയുടെയും സെയിം തന്നെയാണ്, പ്രൊസീജിയർ സെയിമാണ്. അപ്പോൾ അതിൽ പുരോഹിതന്റെ ബലി നമ്മൾ എടുക്കുമ്പോൾ ലെവിറ്റിക്കസ് 4 പുരോഹിതരുടെ ബലി ലെവിറ്റിക്കസ് 4 അതിൽ കർത്താവ് വീണ്ടും മോശയുടെ അരുളി ചെയ്തു ഇസ്രായേൽ. അപ്പോൾ ഈ ബലിയുടെ നിഴലായിരുന്നു ആരുടെ ബലി? കർത്താവിന്റെ ബലി. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളോട് ഇങ്ങനെ പറയുക, കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യം അനവധാനതയാൽ ആരെങ്കിലും ചെയ്തു പോകുന്നു എന്ന് കരുതുക. അഭിഷിക്ത പുരോഹിതനാണ് ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങൾക്ക് അപരാധം വരുത്തി വെച്ചതെങ്കിൽ താൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ന്യൂനതയില്ലാത്തൊരു കാളക്കുട്ടിയെ അയാൾ പാപബലിയായി കർത്താവിന് അർപ്പിക്കണം. അയാൾ ആ കാളക്കുട്ടിയെ സമ്മേളന കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ കൈവച്ച ശേഷം കർത്താവിന്റെ സന്നിധിയിൽ അതിനെ കൊല്ലണം. ഇനിയുള്ള ശ്രദ്ധിക്കണം, അഭിഷിക്ത പുരോഹിതൻ ആ കാളക്കുട്ടിയുടെ കുറച്ച് രക്തമെടുത്ത് സമ്മേളന കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇത് കർത്താവിന്റെ ബലി പാളയത്തിന് പുറത്ത് കർത്താവ് പീഡനേറ്റെന്ന് പറഞ്ഞേക്കുന്നതിന്റെ പാരലായിട്ടുള്ള ബലി ഇത്. അഭിഷിക്ത പുരോഹിതൻ ആ കാളക്കുട്ടിയുടെ കുറച്ച് രക്തമെടുത്ത് സമ്മേളന കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ആ രക്തത്തിൽ വിരൽ മുക്കി അതിലൊരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തിന്റെ വിരിക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറച്ച് രക്തം സമ്മേളന കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ സുഗന്ധ പീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളക്കുട്ടിയുടെ ശേഷിച്ച രക്തം സമ്മേളന കൂടാരത്തിന്റെ കവാടത്തിലുള്ള ഹോമബലി പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. അയാൾ പാപബലിക്കുള്ള കാളക്കുട്ടിയുടെ മേധസ് മുഴുവൻ എടുക്കണം. കുടലിനെ പൊതിഞ്ഞിരിക്കുന്നതും കുടലിലുള്ളതുമായ മുഴുവൻ മേധസ്സും വൃക്കകൾ രണ്ടും അവയിന്മേൽ ഇടുപ്പിലുള്ള മേധസ്സും വൃക്കകളോടൊപ്പം എടുത്ത കരളിന്റെ അനുബന്ധ ഭാഗവും സമാധാന യാഗത്തിലുള്ള കാളയിൽ നിന്ന് ഇവ എടുക്കുന്ന പോലെ തന്നെ ഇവ പുരോഹിതൻ ഹോമബലി പീഠത്തിൽ ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലുകളും ചാണകവും കാളക്കുട്ടിയുടെ മുഴുവൻ തന്നെയും പാളയത്തിന് വെളിയിൽ വെണ്ണീറിടുന്ന വെടുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കത്തുന്ന വിറകിന്മേൽ വെച്ച് ചുട്ടുകളയണം. വെണ്ണീറിടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അത് ചുട്ടുകളയണം. ഇതാണ് ഈ പാപപരിഹാര യാഗത്തിന്റെ രക്തമെടുത്ത മൃഗങ്ങളുടെ ഡെഡ് ബോഡി ഔട്ട്സൈഡ് ബേൺ ചെയ്യുന്നത്. അതിനെ ഹെബ്രായ ഗ്രന്ഥകർത്താവ് കർത്താവിന്റെ ബലിയോട് ഉപമിച്ചേക്കും. അതുകൊണ്ടാണ് കർത്താവ് പാളയത്തിന് പുറത്ത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പിള് വിത്തിൻ ജെറുസലേം ആണ്, ബട്ട് ഔട്ട്സൈഡ് ഇത് ഏറ്റു. അപ്പൊ ഇതില് ഇവിടെ എഴുതിയേക്കുന്ന 6:7 എഴുതിയേക്കുന്ന പുരോഹിതൻ ആ രക്തത്തിൽ വിരൽ മുക്കി അതിലൊരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തിന്റെ വിരിക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അപ്പൊ ഇതില് അതുകൊണ്ടാണ് കർത്താവിന്റെ റെക്കോർഡഡ് ഈ സഫറിങ് എടുക്കുമ്പോൾ 7 times കർത്താവ് ബ്ലഡ് ഇങ്ങനെ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് സ്പ്രിങ്കിൾഡ് ആകുന്നതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചിട്ടുള്ള വീനോയിറ്റ് 7 ഓർക്കണോ? ഫസ്റ്റ് ടൈം ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്പ്രിങ്കിളിങ് മീൻസ് എക്സാക്ട്ലി ഇപ്പം മൃഗത്തിന്റെ പാളയത്തിനും വെളിയിൽ ദഹിപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കർത്താവിന്റെ ദഹിപ്പിക്കലല്ല, കമ്പാരിസൺ ആണ്. അത് നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കാവുള്ളൂ, അല്ലാതെ കർത്താവിന്റെ ബോഡി ദഹിപ്പിച്ചില്ല. പക്ഷെ അതിനെ ഇതിനോട് മുമ്പ് ചെയ്യിക്കുക. പക്ഷെ അത് സമ്പൂർണ്ണമായിട്ട് ദഹിപ്പിച്ചു. കർത്താവിന്റെ പറയുന്നില്ലേ, ഒരു സമ്പൂർണ്ണ ഹോമയാഗമായിട്ട് കർത്താവ് സമർപ്പിക്കപ്പെട്ടു ഇല്ലേ? കർത്താവ് സമ്പൂർണ്ണമായിട്ട് ബലിയായിട്ട് സമർപ്പിക്കപ്പെട്ടു. അപ്പം കർത്താവിന്റെ 7 സ്പ്രിംഗ്ലിങ്സ് നമുക്ക് ഓർക്കുന്നത് എടുത്താൽ, ഒന്ന് ഗെത്സമനിൽ രക്തം ചിന്തി. അതിനുശേഷം അതിന്റെ പ്രൊസീജിയർ എടുത്താൽ നമുക്കറിയാം. പിന്നീട് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോയി? അതൊന്ന് ഓർത്താൽ മതി. അത് പുരോഹിതന്റെ അല്ലെങ്കിൽ ചീഫ് പ്രീസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഈ മാത്യുവിലാണ് കർത്താവിന്റെ സഫറിങ്സ് കൂടുതൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. മാത്യു 27 എടുക്കുമ്പോൾ മറ്റേത് ഈ കർത്താവ് രക്തം ചിന്തിയേക്കുന്നത് ഏതൊക്കെ സുവിശേഷകർ എഴുതിയുണ്ട്? ഞാൻ പിള്ളേരോട് ചോദിക്കുന്നത്, പിള്ളേരെ പറയാമോ? ഏതൊക്കെ സുവിശേഷകർ എഴുതിയുണ്ട് കർത്താവ് രക്തം ചിന്തിയത്? മീൻസ് വേർപ്പ്, രക്തം വേർത്ത കാര്യം പെട്ടെന്ന് പറയണം. ആരും നമുക്കൊരു കർത്താവേ ഉള്ളൂ, ഒരു കർത്താവിന്റെ ഹിസ്റ്ററി ഉള്ളൂ. ദെൻ നമ്മുടെ അടുത്ത ടീം ലൂക്ക, പിന്നെ ഏതാ സിനി, പിന്നെ ആരാ എഴുതിയത്? ജോൺ. ഈ 2 ബാക്കിയുള്ളൂ. ലൂക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പണ്ടാരാണ്ട് എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ച പോലെയാ. ഒന്നേ ഉള്ളെന്ന് ചോദിച്ചപ്പോ 2 പറഞ്ഞത്. അപ്പൊ ഇതില് അപ്പൊ അത് ലൂക്ക് എഴുതി. അതാണ് ഫസ്റ്റ് ടൈം ദി ബ്ലഡ് വാസ് ഷെഡ് അല്ലെങ്കിൽ സ്പ്രിങ്കിൾഡ് ഫ്രം ദി ബോഡി. രണ്ടാമത് ഈ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് പുരോഹിതന്മാർ കൊണ്ടുപോയി.
അത് മാത്യു 26 എടുക്കുമ്പോൾ അതിൻ്റെ 66 ആൻഡ് 67 വായിക്കുമ്പോൾ 26-ന്റെ മാത്യുവിലാണ് ഈ കർത്താവിന്റെ ടോർച്ചറിങ് എഴുതിയിരിക്കുന്നത്. മാത്യുവില, ബാക്കിയുള്ളവരൊക്കെ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. എന്താണ് നിങ്ങളുടെ തീരുമാനം? അവർ ഉത്തരം പറഞ്ഞു, ഇയാൾ വധശിക്ഷ അർഹിക്കുന്നു. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പുകയും അവനെ മുഷ്ടിയുരുട്ടി ഇടിക്കുകയും ചെയ്തു. ചിലർ അവന്റെ അടിച്ചിട്ട് പറഞ്ഞു, ക്രിസ്തുവെ, ഞങ്ങളോട് പ്രവചിക്കുക, ആരാണ് നിന്നെ അടിച്ചത്? അതെ, ഈ പാട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ പ്രൊഫസി ഉണ്ടോ? പിന്നെ എവിടെ? ഏഷ്യ 50-യുടെ അന്ന് വായിക്കുക. ഏഷ്യ 56 എടുക്കുമ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഓൾസോ ഹാപ്പൻ ഡെഫിനറ്റ്ലി, ഇല്ലേ? ഏഷ്യ 56 വായിക്കുമ്പോൾ അത് വായിക്കപ്പെടുന്നു. കർത്താവ് അരുൾ ചെയ്തു, നീതി പാലിക്കൂ, ധർമ്മിഷ്ഠത പുലർത്തൂ. 50:6 56 അടിക്കുന്നവർക്ക് എന്റെ മുതുകും താടിമീശ വലിച്ചു പറിക്കുന്നവർക്ക് എന്റെ കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ എന്റെ മുഖം മറച്ചില്ല. അപ്പൊ ഈ തുപ്പിയ കാര്യവും അതില് താടിമീശ വലിച്ചു പറിക്കുന്ന സുവിശേഷത്തെ എഴുതിയിട്ടില്ല. ബട്ട് ഇതിന്റെ പ്രൊഫസി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. അപ്പൊ താടിമീശ വലിച്ചു പറിച്ച വി നോ ബ്ലഡ് വാസ് poured out, അല്ലെങ്കിൽ that was second time the blood was sprinkled from the body of the Lord. കർത്താവിന്റെ സഫറിങ്സ് ആലോചിച്ചു. നമ്മുടെ ഒരു രോമം പറിച്ചാൽ ഇറ്റ് സോ പെയിൻഫുൾ. അപ്പൊ ഐസിയ 50:6 എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ കണ്ടു, അടിക്കുന്നവർക്ക് എന്റെ മുതുകും താടിമീശ വലിച്ചു പറിക്കുന്നവർക്ക് എന്റെ കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ എന്റെ മുഖം മറച്ചില്ല. മാത്യു 26 അത് വായിക്കുന്നിടത്ത് 26-ന്റെ ഇപ്പൊ നമ്മൾ വായിച്ച സ്ഥലത്ത് അവിടെ ഈ താടിമീശ വലിച്ചു പറിക്കുന്ന എഴുതിയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. അപ്പൊ അവിടെ ഒരു പോറിങ് ഔട്ട് അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ്ലിംഗ് ഓഫ് ദി ബ്ലഡ്. സ്പ്രിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുരോഹിതൻ ഈ സോപ്പിലെടുത്ത് കളിച്ച് നല്ല ബ്ലഡ് ഊസ്ഡ് ഔട്ട് ഓഫ് ദി ബോഡി ഓഫ് ദി ലോർഡ്. അപ്പോൾ അവിടെ 26-ന്റെ ബാബു വായിച്ചു തന്നെ ഒന്നുകൂടെ വായിക്കാം. കാരണം പുരോഹിതൻ ആ മൃഗത്തിന്റെ ബ്ലഡ് എടുത്തിട്ട് വിരിക്ക് മുമ്പിൽ 7 times കളിക്കുന്നുണ്ട്. കാരണം കർത്താവിന്റെ ബലി എല്ലാ രീതിയിലും ഇറ്റ് വാസ് അക്കോർഡിംഗ് ടു ദി പ്രൊഫസീസ്. അത് നിവൃത്തിയാകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട് എല്ലാം നിവൃത്തിയായി. ഇതില് അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി, അത് എഴുതിയിട്ടുണ്ടായിരുന്നു, മുഷ്ടി ഉരുട്ടി ഇടിക്കുകയും ചെയ്തു. ചിലർ അവന്റെ കാരണത്തടിച്ചിട്ട് പറഞ്ഞു, ക്രിസ്തുവിനെ ഞങ്ങളോട് പ്രവചിക്കുക. അപ്പൊ അവിടെ താടിമീശ വലിച്ചു പറിച്ചുള്ളത് ഡെഫിനറ്റ്ലി. സോ അവിടെ ബ്ലഡ് രണ്ടാമത് ചിന്തിയ സ്ഥലം. മൂന്നാമത് നമ്മള് പീലാത്തോസിന്റെ വീട്ടില് ഈ മാത്യു തന്നെ 27 എടുക്കുമ്പോൾ മാത്യുവിലെ കർത്താവിന്റെ ടോർച്ചറിങ്ങും സഫറിങ്ങും പീഡനങ്ങളും കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത്. 27-ന്റെ 26 വായിക്കുമ്പോൾ അപ്പൊ ഇവിടെ 24 തുടങ്ങി വായിക്കാം. താൻ വിചാരിച്ച് നടക്കാൻ പോകുന്നില്ലെന്നും മറിച്ച് ഒരു ലഹളം ഉണ്ടായേക്കാമെന്നും തോന്നിയിട്ട് പീലാത്തോസ് കുറച്ച് വെള്ളം എടുത്ത് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് കൈ കഴുകി പറഞ്ഞു, ഈ മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ അത് ഏറ്റുകൊള്ളുക. അപ്പോൾ ജനം ഒന്നിച്ച് ഏറ്റു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും ആയിരിക്കട്ടെ. നമുക്കറിയാം ദാറ്റ് ടൈം ഓൺവേർഡ്സ് ജ്യൂസ് ഈ രക്തപാതകം വഹിച്ചുകൊണ്ടിരിക്കുക. AD 70 ലക്ഷക്കണക്കിന് യഹൂദരെ തൂക്കിക്കൊന്നു. ഇങ്ങനെ പറയുന്നത് ജെറുസലേം തെരുവുകളിലൂടെ കുതിരയുടെ മുട്ടടിയോളം രക്തം പൊങ്ങി എന്നാണ് പറയുന്നത്. കർത്താവ് പറയുന്നില്ലേ, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർക്കപ്പെടും എന്ന് പറഞ്ഞ് AD 70 അതായത് റോമൻ ജനറൽ ടൈറ്റസ് വന്ന് യഹൂദരെ കൊന്ന് ഒടുക്കിയതിന് ഒരു കണക്ക് അങ്ങനെ പറയുന്നത്. ജെറുസലേമിന്റെ തെരുവുകളിലൂടെ കുതിരയുടെ മുട്ടിനൊപ്പം രക്തം ഒഴുകുന്ന യഹൂദരുടെ രക്തം. അന്ന് അവർ പറഞ്ഞു, ഇവന്റെ രക്തം ഇനി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിക്കോട്ടെ. ദെൻ 20th century ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദരെ കൊന്നു. അന്ന് തുടങ്ങി ഇവര് ഈ രക്തപാതകത്തിന്റെ സഫറിങ്ങിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. നൂറ്റാണ്ടുകളിലൂടെ യഹൂദരുടെ എല്ലാം മഹത്വം പോയി, എല്ലാം പോയി. ഇന്നും ദേ ആർ സഫറിങ്. പക്ഷെ നമ്മൾ റോമൻ സിലോണി വായിക്കുന്ന പോലെ അതുകൊണ്ട് ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചോ ഒരു നാളും ഇല്ല. കാരണം പൂർവ്വപിതാക്കന്മാരെ കരുതി ഇന്നും അവര് ദൈവത്തിന് പൂർവ്വപിതാക്കന്മാരെ കരുതി അവരുടെ ഗുണം കൊണ്ടല്ല. അബ്രാഹാം, ഇസാക്ക്, യാക്കോബ് അവരെ കരുതി ദൈവത്തിന് ഇന്നും അവരോടൊരു സംഭാഷണമുണ്ട്. ഇനി ഒത്തിരി വാഗ്ദത്തങ്ങൾ പൂർത്തിയാകാനുണ്ട്. അറ്റ് ദി സെയിം ടൈം അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു
ഞങ്ങളുടെ മക്കളുടെ മേലും ആയിക്കൊള്ളട്ടെ. തുടർന്ന് അയാൾ ബറബാസിനെ അവർക്ക് വേണ്ടി മോചിപ്പിച്ചു. യേശുവിനെ ചാട്ട കൊണ്ട് അടിപ്പിച്ച ശേഷം ക്രൂശിക്കാനായി ഏൽപ്പിച്ചു. സ്കോർജിങ് നമ്മൾ കേട്ടിട്ടുള്ള കർത്താവിന്റെ റോമൻ സ്കോർജിങ്, എവരിബഡി നോസ്. മെറ്റൽ ഹുക്ക് വെച്ചിട്ടുള്ള ചാട്ടകൾ കൊണ്ട് അടിച്ച് കർത്താവിന്റെ ശരീരം ഉഴവിലാൽ പോലെ കീറി. സോ ഹി വാസ് പ്രൊഫ്യൂസ്ലി ബ്ലഡ്. അതുകൊണ്ടാണ്, കാരണം അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കർത്താവ് കുരിശും കൊണ്ട് പോയപ്പോൾ ഈ ശിമോനെ കുരിശ് നോക്കാൻ അവർ നിർബന്ധിക്കാൻ കാരണം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാകാൻ ഒരു വഴിയില്ല. ഉണ്ടോ? കാരണം ഹി വാസ് നോട്ട് ഏബിൾ ടു ക്യാരി ദി ക്രോസ്. അപ്പൊ ഇതിൽ അത് എത്രാമത്തെ തവണ? 3ാമത്തെ തവണ ബ്ലഡ് പോകുന്നത് നമ്മൾ കണ്ടു. ദെൻ നമുക്കറിയാവുന്നതാ 27 തന്നെ 29 എടുക്കുമ്പോൾ തലയിൽ മുൾക്കിരീടം വെച്ചു. ആ സമയത്ത് മുൾക്കിരീടം വെച്ചപ്പോൾ അതിൽ നാച്ചുറലി അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവരിങ്ങനെ കർത്താവിന് വേദന എടുക്കാതിരിക്കാനുള്ള മുൾക്കിരീടം അല്ല വെക്കുന്നത്. അതായത് വെരി സ്പൈനി ആയിട്ടുള്ള ഇതുകൊണ്ടുള്ള മുള്ള, അതായത് ഇങ്ങനെ വെച്ച് തലയിലേക്ക് അടിച്ചു കയറ്റിയെന്നാണ്. അപ്പൊ അവിടെ ബ്ലഡ് ഊസ്ഡ് ഔട്ടായി. 29 മുള്ളുകൊണ്ട് ഒരു കിരീടം മെനഞ്ഞുണ്ടാക്കി അത് അവന്റെ തലയിൽ വെച്ചു. വലതു കൈയിൽ ഒരു ഞാങ്ങണക്കോലും പിടിപ്പിച്ചു. പിന്നീട് അവർ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി പരിഹസിച്ച് പറഞ്ഞു, യഹൂദ രാജാവേ സ്വസ്തി. അവർ അവന്റെ മേൽ തുപ്പി ഞാങ്ങണക്കോൽ വാങ്ങി അവന്റെ തലയ്ക്ക് അടിച്ചു. അപ്പൊ ഈ തലയ്ക്ക് ഞാങ്ങണക്കോലിന് അടിച്ചപ്പോ അനദർ അഗെയിൻ ഹി വാസ് ബ്ലഡ് ഫ്രം ദി ഹെഡ്. അങ്ങനെ പറയുന്നത്. ഇതിപ്പോ നമ്മൾ ആ 7 സ്പ്രിംഗ്ലിങ്സ് എന്താണ് കർത്താവിന്റെ ക്രൂസിഫിക്കേഷനിൽ ഇതെല്ലാം സംഭവിച്ചേ പറ്റൂ. കാരണം ഈ ബലിയെ നമ്മൾ ഹീബ്രൂസിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. പാളയത്തിന് പുറത്ത് വെച്ച് ഈ മൃഗത്തെ ബലി അർപ്പിച്ചതിനോട് കർത്താവിന്റെ ബലിയെ കമ്പയർ ചെയ്തേക്കുന്നതുകൊണ്ട് എക്സാക്ട്ലി 7 ടൈംസ് റെക്കോർഡഡ് ബൈബിളിൽ. അപ്പൊ തലയ്ക്ക് ഞാങ്ങണക്കോൽ വാങ്ങി അവന്റെ തലയ്ക്ക് അടിച്ചു. ഇങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ പുറം കുപ്പായി അഴിച്ചു മാറ്റി അവന്റെ വസ്ത്രം ധരിപ്പിച്ചു. കുരിശിൽ തറയ്ക്കാൻ അവനെ കൊണ്ടുപോയി. അപ്പൊ നമ്മൾ എത്ര വായിച്ചു? 4 വായിച്ചു അല്ലെ? 1, 2, 3, 4, അത് 5ആയി. ദെൻ ക്രൂസിഫിക്കേഷൻ നമുക്കറിയാവുന്ന ക്രൂസിഫിക്കേഷൻ്റെ അഗെയിൻ ബ്ലഡ് വാസ് നാച്ചുറലി. കൈകാലുകൾ, കർത്താവിന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചല്ല, കൈകാലുകളിലൂടെ പിയേഴ്സ്ഡ് ആയി എന്നുള്ള അതേത് സങ്കീർത്തനം? 22 കറക്റ്റ്. ദെൻ അപ്പൊ അത് 6. ദെൻ 7ാമത്തെ എല്ലാവർക്കും അറിയാം, മരിച്ചതിന് ശേഷം കുത്തി രക്തം. അപ്പൊ അങ്ങനെ 7 ടൈംസ്. അപ്പൊ നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ ആ ബലിയാണ് പാപപരിഹാര യാഗമായിരുന്നു. അതിലുള്ള വിശ്വാസത്തിലൂടെയാണ്, അത് നമുക്ക് വേണ്ടിയാണ് മരിച്ച സബ്സ്റ്റിറ്റ്യൂഷണൽ ഡെത്താ. അതുകൊണ്ട് ആ മൃഗത്തെ കൊല്ലുമ്പോൾ മൃഗത്തിന്റെ കയ്യിൽ തല വെച്ചിട്ട്, മൃഗത്തിന്റെ തലയിൽ കൈ വെച്ചിട്ട് കൊല്ലുന്ന ആരാ? നമ്മളെന്നും ചിന്തിക്കുന്ന കൊണ്ടുവരുന്ന ആള്. അതായത് നമുക്കറിയാം, ഈ പാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു സിംബോളിക്കലി. അത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കൊല്ലുന്നതിന്റെ മെസ്സേജ് എന്താ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അല്ലെങ്കിൽ പാപിക്ക് ജീവിക്കാൻ റൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ കൊന്ന് അതിന്റെ രക്തം എടുത്ത് തളിക്കുന്നത്. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു പീറ്ററിന്റെ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ ചാപ്റ്റർ 2. അപ്പൊ ഈ പാപപരിഹാര യാഗത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരും. നമ്മൾ വേറൊരു സ്ഥലത്ത് വായിക്കുന്നില്ലേ? അതായത് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, അങ്ങനെ അവനിൽ ദൈവം നമ്മെ ദൈവത്തിന്റെ ഒരു എക്സ്ചേഞ്ചാ. നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി. നോക്ക്, കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പാപം ചെയ്ത് പാപിയായതല്ല, ആണോ? നമ്മുടെ പാപം സിംബോളിക്കലി ട്രാൻസ്ഫേർഡ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ നീതി ചെയ്ത് മ്യൂച്വൽ എക്സ്ചേഞ്ചാ. കർത്താവ് പാപം ചെയ്യാതെ പാപിയായി, നമ്മൾ നീതി ചെയ്യാതെ നമ്മൾ നീതിമാന്മാരായി. ശരിയല്ലേ? കർത്താവ് പാപം ചെയ്യാതെ പാപിയായി, നമ്മൾ നീതി ചെയ്തിട്ടാണോ? അപ്പൊ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് നടന്നു. അപ്പം പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപിയാക്കി, അങ്ങനെ അവനിൽ ദൈവം നമ്മെ ദൈവത്തിന്റെ നീതിയാക്കി. അതാ ബേസിക് സുവിശേഷം. അത് എഴുതിയേക്കുന്ന ബുക്ക് അതെ, സെക്കൻഡ് പറയുന്നത് 5:21. അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഈ പത്രോസിന്റെ ലേഖനവും, കാരണം പത്രോസ് പ്രസംഗിച്ച ആളുടെ ലേഖനത്തില് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മുഴങ്ങിക്കേക്കും. അതുകൊണ്ടാണ് സെക്കൻഡ് പീറ്റർ എടുക്കുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വായി 1:1 വായിക്കുമ്പോൾ, Simon Peter, a bond servant and apostle of Jesus Christ, to those who have obtained like precious faith with us
by the righteousness of our God and Savior Jesus Christ. യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശിമയോൻ പത്രോസ് നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നീതിയിൽ, ശ്രദ്ധിക്കണേ, നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നീതിയിൽ ഞങ്ങളുടേതിന് തുല്യമായ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. കാരണം നമുക്കൊരു നീതിയില്ല, നമുക്ക് കിട്ടിയേക്കുന്ന നീതി യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ നീതി ഏത് നീതിയാണ്? യേശു ക്രിസ്തുവിന്റെ നീതി. അതായത് ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത അതേ റൈറ്റസ്നെസ് നമുക്കുള്ളത്. കാരണം ഒരു പാപം ചെയ്ത് ആർക്കും സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നീതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് തിയററ്റിക്കൽ കാര്യമാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതവിടെ എഴുതിയേക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നീതി. അപ്പൊ നമുക്കുള്ള നീതി എന്ന് പറയുന്നത് നമ്മുടെ നീതിയല്ല, യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുത്തു. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു ഇനി നമ്മുടെ ജീവിതത്തെ കുറിച്ച് എഴുതിയേക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഫസ്റ്റ് പാർട്ടില് ഇതിന് എയും ബിയും ഉണ്ട്. നമ്മൾ എല്ലായിടത്തും എഴുതിയേക്കുന്ന പോലെ, അതായത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കുക. അവിടെ ജസ്റ്റിഫിക്കേഷനാണ്. ദെൻ സാങ്ക്ടിഫിക്കേഷനാണ് സെക്കൻഡ് പാർട്ട്. അതായത് ഞാൻ പഠിപ്പിച്ചാലും അനുസരിക്കുക. അതുകൊണ്ട് ഇത് അനുസരിക്കാതെ വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച സ്പ്രിംഗ്ലിംഗ് ഓഫ് ദി ബ്ലഡ് വഴി നമ്മൾ കൺഫസ് ചെയ്തേക്കുന്ന ഒരു കാര്യമുണ്ട്, വി ആർ വില്ലിംഗ് ടു ഒബേ വാട്ട് എവർ ഈസ് റിട്ടൺ ഇൻ ദി ബുക്ക്. ഇതാണ് ട്രൂ സാൽവേഷൻ, ട്രൂ യേശു ക്രിസ്തു തരുന്ന. ഇതിന് പുറത്തുള്ള സാൽവേഷൻ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്, ദാറ്റ് വൺ ഡേ ഓർ അതർ ദാറ്റ് വിൽ ഡിസീവ് us. അതുകൊണ്ട് നമ്മളിത് സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. കാരണം ഈ ലോകത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ഒന്നും എടുക്കുമ്പോൾ, ഇനി രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ പോട്ടെ, വി ആർ നോട്ട് എന്താ പറയുക ജലസ് ടുവേർഡ്സ് എനിബഡി. എല്ലാവരും സ്വർഗത്തിൽ പോയി കാണുന്നത് നമ്മുടെ ആഗ്രഹം. പക്ഷേ വി ആർ നോട്ട് വില്ലിംഗ് ടു പ്ലേ വിത്ത് അവർ ലൈഫ്. നമ്മുടെ ലൈഫ് ഈ ദൈവവചന പ്രകാരം ജീവിക്കാതിരുന്ന് നമ്മുടെ ലൈഫ് എറ്റേണലി നശിപ്പിക്കാൻ വി ആർ നോട്ട് വില്ലിങ്. അതുകൊണ്ടാണ് നമ്മളിത് ചിന്തിക്കുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ജസ്റ്റിഫിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച സാങ്ക്ടിഫിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അതെ, സ്പിരിച്വൽ സെപ്പറേഷനാണ്. അപ്പൊ ജസ്റ്റിഫിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതിനകത്ത് എഴുതിയത് മാനസാന്തരം, റിപ്പന്റ്. അവർ ഹൃദയം തകർന്ന്, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തകർന്ന് പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു. ഈ ഹൃദയ തകർച്ചയിലാണ് മാനസാന്തരത്തിന്റെ സ്റ്റാർട്ടിങ്. ഇത് പലപ്പോഴും സംഭവിക്കാത്തതുകൊണ്ടാണ് ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റി വികലമായി പോകുന്നത്. ഹൃദയം തകർന്ന്, ഈ ഹൃദയ തകർച്ചയുടെ ഒരു എക്സ്റ്റേണൽ വേർഡാണ്. ആകയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് പൗലോസ് ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഓ ലോർഡ്? ദെൻ നമ്മുടെ കൊർണേലിയസിന്റെ വീട്ടിലെ കാര്യത്തിൽ ഒരു സിമിലർ വേർഡ് ചിന്തിച്ചത് ഓർക്കണം. അതെ, നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറയും, ഞങ്ങൾ ഇത് കേൾക്കാൻ ഇതാ സന്നദ്ധമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഹൃദയ തകർച്ച നമുക്ക് എന്താ പറയുന്നത്, ഒരുപക്ഷെ പണ്ട് സംഭവിച്ചിട്ടില്ലായിരിക്കും, ബട്ട് ഇപ്പോൾ സംഭവിച്ചേ പറ്റൂ. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ലോർഡ്? അതായത് കർത്താവ് പറയുന്നത് എന്ത് ചെയ്യാൻ സന്നദ്ധത ഇല്ലാത്ത ആരും ഈ ദൈവിക ജീവനിലോട്ട് പ്രവേശിക്കില്ല. കാരണം നമ്മൾ കേൾക്കുന്ന സുവിശേഷങ്ങളെല്ലാം ഡിഫറെന്റ്. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ ഇതില് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം കാരണം ബൈബിളിന്റെ വെളിച്ചത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സ്നാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംബോളിക് ഓഫ് സാൽവേഷനാണ്. കാരണം അതവിടെ പത്രോസ് പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ വിഡ്ഢിത്തരം വിശ്വസിക്കാറുണ്ട്, പറയാറുണ്ട്. പത്രോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പാപപ്രവൃത്തിക്കായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്നാനം സ്വീകരിക്കുക. വി നോ സ്നാനം പാപപ്രവൃത്തി കൊടുക്കില്ല. ഇല്ല, ഇത് ബൈബിൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. ബട്ട് ഈ പലപ്പോഴും പര്യായ പദങ്ങൾ എന്താ പറയുന്നത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കർത്താവ് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന അപ്പം സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരും. അപ്പൊ അവര് വിചാരിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന കൊടുത്തു, അപ്പൊ നീ എന്താ അപ്പം തരാൻ പോകുന്നത്? അപ്പൊ കർത്താവ് അവർക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് എന്ത് പറഞ്ഞു? ഞാനാണ് അപ്പം. അല്ലെങ്കിൽ തിരുനാളിന്റെ ദിവസം കർത്താവ് പറഞ്ഞു, ഈ ദേവാലയം ഞങ്ങൾ തകർത്ത് 3 ദിവസം കൊണ്ട് ഞാനത് പുതുക്കി പണിയും. ഇത് കേട്ട കുറെ പേരെന്ത് വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഈ ഹെറോദോസ് 450 വർഷം കൊണ്ട് പണിത് ഈ ദേവാലയം 3 ദിവസം കൊണ്ട് നീ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പത്രോസ് പറഞ്ഞു,
അതായത് നിങ്ങളുടെ പാപപ്രതിക്കായി കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാപനം സ്വീകരിക്കുക. അപ്പൊ ഇതില് ഇനി വേറൊരു സ്ഥലത്തോടെ അങ്ങനെ ഒരു സിമിലർ വേർഡ് ഉണ്ട് ആയിസില്ല, എവിടെയെന്ന് പറയാം. അതായത് സ്നാനപ്പെട്ട് പാപം കഴുകിക്കളയാൻ പറയും. ഉറക്കെ പറ. ആരാ? സോണിയ. പോളിനോട് ആരാ പറയുന്നതെന്നുള്ളതാണ്. വെരി ഗുഡ്. അത് വായിച്ചു. സോണിയ വായിക്കും, പെട്ടെന്ന് വായിക്കും. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ. ഇനി സെലിന്റെ വായിക്കും, പിന്നെ ജിനി വായിക്കും. പിന്നെ ആരെങ്കിലും വായിക്കും. അനന്യാസ് പുറപ്പെട്ട ആ വീട്ടിൽ പ്രവേശിച്ച് അയാളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, നീ എന്നെ വഴിയിൽ വെച്ച് നിനക്ക് കാണപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കാനും നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാകാനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെതുമ്പലുകൾ പോലെയുള്ള എന്തോ അയാളുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണു. അയാൾക്ക് കാഴ്ച വീണ്ടും കിട്ടു. പിന്നീട് അയാൾ എഴുന്നേറ്റ് സ്നാപനം സ്വീകരിച്ച് ഭക്ഷണം കഴിച്ചു ശക്തി പ്രാപിച്ചു. ഇതല്ല 22:15-16 എന്ന് വായിച്ചു. 15 തുടങ്ങി. ഞാൻ ഓർത്തു അതാ ബാബു വായിച്ചത്. ബാബു ഇതാ വായിച്ചത്. 9 22 14 തുടങ്ങി വായിക്കുമ്പോൾ, ഞാൻ അയാളെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ഹിതം അറിയാനും നീതിമാനായ ഒരുവനെ ദർശിക്കാനും അവന്റെ അധരങ്ങളിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ നിയോഗിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തവയ്ക്ക് സകല മനുഷ്യരുടെയും മുമ്പാകെ അവന് നീ ഒരു സാക്ഷിയായിരിക്കും. ഇനി നീ എന്തിന് അമാന്തിക്കുന്നു? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് സ്നാപനം സ്വീകരിച്ച് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ഇറ്റ് ഈസ് പ്യുവർലി സിംബോളിക്. ഇത് നമ്മൾ അറിഞ്ഞേ പറ്റും. അല്ലാതെ സ്നാനപ്പെട്ട് പാപം ഇങ്ങനെയൊക്കെ നോക്ക്, സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ല, സ്നാനപ്പെട്ടാല് സ്വർഗത്തിൽ പോകും, ഇങ്ങനെയല്ല എല്ലാ ടീച്ചിങ്ങിന്റെ നടുവിലാണ്. നമ്മൾ കള്ള സുവിശേഷങ്ങളുടെ നടുക്ക് ജീവിക്കുന്നതുകൊണ്ട് ആക്യുറേറ്റ് ഗോസ്പൽ അറിഞ്ഞേ പറ്റൂ. ദർ ഇസ് നോ അതർ വേ. ഇത് സിംബോളിക്കാ. ഇപ്പൊ നമ്മള് കർത്താവ് പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു, ഒരപ്പം എടുത്തിട്ട് അതിന്റെ അർത്ഥം കർത്താവിന്റെ ശരീരമാണെന്നാണോ? ഇതെന്റെ ശരീരത്തിന്റെ നേഴലാണെന്ന് കർത്താവ് പറഞ്ഞില്ല. നോ, ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഞാൻ മുന്തിരിച്ചെടിയാകുമെന്ന് പറഞ്ഞു. കർത്താവ് മുന്തിരിച്ചെടിയാണോ? ആണോ? ഞാൻ വാതിലാകുന്നു കർത്താവ് പറഞ്ഞു. ഇങ്ങനെയുള്ളതെല്ലാം എഴുതിയിരിക്കുന്ന ഒരു ബുക്കിനകത്ത് ഓർമ്മ എടുത്തിട്ട് ഇവിടെ ഈ പുറത്തിൽ വെച്ച ഒരാളിനോട് ചോദിച്ചതാ ഈ കത്തോലിക്ക കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോ. അപ്പൊ എന്നോട് ചോദിച്ചു, യേശു കർത്താവ് ഇതെന്റെ ശരീരമാകുന്നു, കർത്താവ് പറഞ്ഞ മാറില്ല എന്നാണോ നീ പറയുന്നത് എന്നോട് ചോദിച്ചു. എന്താ പറയുന്നത്? സോ പീപ്പിൾ ആർ ലിവിങ് ഇൻ സച്ച് എ പിറ്റിഫുൾ ഡാർക്ക്നെസ്. അപ്പൊ ഇവിടെ ഈ പത്രോസ് പറഞ്ഞത് അതാ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഇറ്റ് ബിക്കെയിം എ സിനോനിം ഫോർ സാൽവേഷൻ, അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുന്നതിന്റെ ഒരു സിനോനിമായിട്ട് ബൈബിളിലുണ്ട്. അത് ബൈബിളില് അന്നത് അവർക്കെല്ലാവർക്കും ഒരു സംശയമില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അതായത് സിമ്പിൾസ് ബിക്കെയിം റിയൽ, സിമ്പിളിനെ റിയൽ ആക്കി. അതുകൊണ്ട് ഇന്ന് സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ സ്നാനപ്പെട്ട രക്ഷിക്കപ്പെടുന്നതായി മാറി. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ ദൈവത്തിന്റെ കൽപ്പനകളോ ആകാശവും ഭൂമിയും കടന്നു പോകും. കർത്താവിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഈ സ്നാനം എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താ അതറിയണം. ഞാൻ ഫസ്റ്റ് ടീമിനോട് ചോദിച്ചു, സ്നാനം എന്ന് പറഞ്ഞ മീനിങ് എന്താ? സ്നാനത്തിന്റെ അത് ഗ്രീക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളതല്ല. അതായത് അങ്ങ് അതിലേക്ക് അങ്ങ് മുങ്ങുക എന്നുള്ള അർത്ഥം. സി ഇഫ് യു ആർ ഗോയിങ് ടു ലൂക്ക് 12 എടുക്കുമ്പോ ലൂക്ക് 12 അതിന്റെ കർത്താവ് എനിക്കൊരു സ്നാനേക്കാണ്ട് 50-ാമത്തെ സമയം, സോറി, അതൊന്ന് വായിക്കാം. എനിക്കൊരു സ്നാപനം ഏൽക്കാനുണ്ട്, അത് നിറവേറുവോളം ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു. ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് നിങ്ങൾ. അപ്പൊ അതില് കർത്താവ് പറയുന്നത്, അതായത് 50, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ അതെ എനിക്കൊരു സ്നാപനം ഏൽക്കാനുണ്ട്, അത് നിറവേറുവോളം ഞാൻ എത്രമാത്രം ഞെരങ്ങുന്നു. അപ്പൊ ഇതില് എനിക്കൊരു സ്നാപനം ഏൽക്കാനുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ഹി അണ്ടർവെന്റ് വാട്ടർ ബാപ്റ്റിസം അല്ലേ? വാട്ടർ ബാപ്റ്റിസം. അപ്പോ കർത്താവ് എനിക്കൊരു സ്നാപനം ഏൽക്കാനുണ്ടെന്ന്. അതിനുശേഷം കർത്താവ് ക്രൂശീകരണത്തെ കുറിച്ച് ആ കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർലി എവിഡന്റ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഇപ്പൊ റോമൻസ് 2 അതായത് സ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനോട് കൂടി
കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു പറഞ്ഞേക്കുന്നത് ഈ വെള്ളത്തിൽ മുക്കുന്ന പരിപാടിയേ അല്ല. അത് ഹൗ റോങ്ലി ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അഗൈൻ ഇറ്റ് ഈസ് സിംബോളിക്. ദെൻ നമ്മൾ എഫേഷ്യൻസിൽ വായിക്കുന്നുണ്ട്, ഒരു സ്നാനം, ഒരു പിതാവ്, ഒരു കർത്താവ്, അല്ല അങ്ങനെ എഴുതിയിട്ടില്ലേ? ആ ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ ഈ സ്നാനം അല്ല. നോ, ഇറ്റ്സ് നോട്ട് വാട്ടർ ബാപ്റ്റിസം. ദാറ്റ് ഈസ്, ഈ കർത്താവ് പറഞ്ഞ പോലെ എനിക്കൊരു സ്നാനം ഏക്കാണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സ്നാനം ഏക്കാനുണ്ട്. എന്താ? കർത്താവിന്റെ മരണത്തിൽ അവനെ പോലെ ആകുന്ന, അല്ലെ മരണത്തിലേക്ക് ഇമ്മേഴ്സ്ഡ് ആകുന്ന ആ കമ്മിറ്റ്മെന്റ് ആണ് ആ സ്നാനം. അതാ രക്ഷ നൽകുന്ന സ്നാനം. അല്ലാതെ അല്ലെ പോൾ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയുന്നുണ്ട് ഇല്ലേ? അതായത് സുവിശേഷ സ്നാനവും രണ്ടായിട്ട് പറയുന്നില്ലേ പോൾ? അതെവിടെ പിന്നെ എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞു പറ്റും, അറിയില്ല എന്ന് പറയാൻ പാടില്ല. കാരണം ഗോസ്പിൾ ഈസ് ഡിഫറെന്റ് ഫ്രം ബാപ്റ്റിസം എന്ന് പോൾ പറയുന്നുണ്ട്. എവിടെയായി ബൈബിൾ? പിള്ളേർക്ക് അറിയാൻ വയ്യാന്ന് പറയും, പ്രായമായവർ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളൊക്കെ കത്തി തീരാറായ മെഴുകുതിരികളാണ്. നിങ്ങൾക്ക് ഒത്തിരി കാലം കത്താനുള്ളതാ. എവിടെ ചെയ്യാം പൂജ? ഇത് പിള്ളേർക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല, വലിയ ആൾക്കാർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഫസ്റ്റ് കൊറിന്ത്യൻസ് 1 എടുക്കുമ്പോൾ 1:17 ഇംഗ്ലീഷ്. For Christ did not send me to baptize, but to preach the gospel. So gospel is totally different from baptism. അതായത് കാരണം സ്നാപനം നൽകാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ് ക്രിസ്തു എന്നെ അയച്ചത്. പക്ഷെ ഇന്ന് പലരും ഇപ്പൊ പൂർണ്ണ ഫുൾ ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് വേറെ കുറെ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുന്നുണ്ട്. അപ്പോൾ ഈ പൗലോസ് പറഞ്ഞു, സ്നാപനം നൽകാനല്ല എന്നെ അയച്ചത്, സ്നാപനം നൽകാനല്ല പോളിനെ അയച്ചതെന്നുള്ള പോള് പറയുന്നില്ല. കൊറിന്ത്യർ പറഞ്ഞില്ല, ഞാൻ അധികം പേരെ സ്നാനപ്പെടുത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ക്രിസ്പോസിനെയോ പിന്നെ സ്തേഫാനോസിനെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ കർത്താവിന്റെ മിനിസ്ട്രിയിൽ കർത്താവ് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. അതെവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയാം? ജോൺ ചാപ്റ്റർ 4. അപ്പൊ ഈ ദെൻ കൊർണേലിയസിന്റെ വീട്ടിൽ ആരെ സ്നാനപ്പെടുത്തിയാലോ? ആരോ ജോൺ കൂടെ എത്ര പേര് വന്നു? വെരി ഗുഡ്. അപ്പോ നമ്മൾ വിചാരിക്കുന്ന ഇപ്പോഴത്തെ അതായത് ക്രിസ്ത്യാനിറ്റിയിൽ മാറ്റങ്ങൾ അറിയണ്ടേ. ഇപ്പം ഇവിടെ സ്നാനപ്പെടുത്തുന്ന സഭകൾ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെന്തിക്കോസ്റ്റ് ചർച്ച് സ്നാനപ്പെടുത്തുന്ന, അവിടെ ഒരു ചർച്ചിലെ പാസ്റ്ററിന് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല, സെൻട്രൽ പാസ്റ്റർ വന്നാലും സ്നാനപ്പെടുത്താൻ പറ്റും. വേറെ ബൈബിളില് ഇതാരിപ്പോ യൂദാസ് എത്രയോ പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടാവും ഇല്ലേ? നാച്ചുറലി ഈ സ്നാനപ്പെടുത്തുന്ന ആളുടെ ഒരു യോഗ്യതയും ബൈബിളിൽ എഴുതിയിട്ടില്ല. അതുപോലെ കർത്തൃമേശ നടത്തുന്ന ആളുടെ യോഗ്യത എഴുതിയിട്ടില്ല, പങ്കെടുക്കുന്നവരുടെ യോഗ്യത എഴുതിയിട്ടുള്ളൂ. നോക്കി, എവറിത്തിങ് ഈസ് മാറ്റിമറിക്കപ്പെട്ട, ഗോസ്പൽ ആകെ തകിടം മറിക്കപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലോർഡ് സപ്പർ നടത്തണമെങ്കിൽ സെലക്റ്റഡ് ആൾക്കാർക്ക് പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ച് എടുത്താൽ അവരെ ഓർഡൈൻഡ് ആയിട്ടുള്ള പാസ്റ്റർമാർക്ക് ലോർഡ് സപ്പർ നടത്താൻ പറ്റും. ദാറ്റ് മീൻസ് ഇതൊരു കുർബാനയുടെ ഒരു ഹാഫ് ഷേപ്പായി. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശുശ്രൂഷയില്ല. അങ്ങനെ അല്ലാത്തതൊന്നും ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ല. ലോർഡ് സപ്പർ നടത്തണമെങ്കിൽ എല്ലാവർക്കും പറ്റത്തില്ല, അല്ലെങ്കിൽ സ്നാനം നടത്തുന്നത് എല്ലാവർക്കും പറ്റത്തില്ല. സോ അപ്പൊ നമ്മളിന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി എത്ര മാറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഡിഫറെന്റ് ഗോസ്പൽ വിൽ ഗീവ് എ ഡിഫറെന്റ് സാൽവേഷൻ എക്സ്പീരിയൻസ് ദാറ്റ് മേ ബി ടോട്ടലി ഡിസെപ്റ്റീവ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ പോള് പറഞ്ഞു, സ്നാപനം നൽകാനല്ല കർത്താവിനെ അയച്ചത്. എന്തിനാ? സുവിശേഷം പ്രസംഗിക്കാനാണ്. ആ സുവിശേഷ പ്രസംഗം നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ കണ്ടത്, തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർപ്പിക്കപ്പെട്ടു. ദെൻ ആർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നോ, ആർക്കൊക്കെ ഈ റെവലേഷൻ കിട്ടുന്നോ, അവർ മാത്രമേ സഭയുടെ അംഗമാകത്തുള്ളൂ, രക്ഷിക്കപ്പെടുത്തുള്ളൂ ഇല്ലേ? പത്രോസിനോട് കർത്താവ് പറയുന്നത് എന്താ? അതായത് ഈ റെവലേഷൻ നിനക്ക് കിട്ടിയത് ജഡരക്തങ്ങൾ നൽകിയതല്ല, സ്വർഗസ്നായ പിതാവ് നൽകിയത്. സെയിം വേ ഒരു ഹെവൻലി റെവലേഷൻ ഇൻ റിഗാർഡ് വിത്ത് ദി ക്രൂസിഫിക്കേഷൻ ഓഫ് ദി ലോർഡ് കിട്ടാത്ത ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതാ, മനുഷ്യനെ നേടിയെടുക്കാൻ പറ്റുകയില്ല. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ഈ ഫൊർഗീവ്നെസ് ഓഫ് സിന്നിന്റെ കാര്യം നമ്മളിവിടെ പത്രോസ് പ്രസംഗിക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒന്നോടെ ചിന്തിക്കുക. കാരണം നമ്മൾ ഈ സറണ്ടറിങ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നൗ ഈസ് ദി ടൈം, ഇപ്പോഴാണ് സുപ്രധാന സമയം, അല്ലെങ്കിൽ നൗ ഈസ് ദി ടൈം ഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഫോർഗെറ്റ് അബൌട്ട് ദി പാസ്റ്റ്. ദൈവം ക്ഷമിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു ദൈവമാണ്. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല, നീ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പൈസ എങ്ങനെ ദുർവ്യയം ചെയ്തു, ഒന്നും ചോദിച്ചില്ല. വിത്തൗട്ട് എനി പ്രീ കണ്ടീഷൻ ഹി അക്സെപ്റ്റഡ് ഇല്ലേ? ശാസന കൂടാതെ ഒന്നും ചോദിക്കാതെ നൽകുന്ന ദൈവം. എപ്പോഴെങ്കിലും തിരികെ വരണം എന്നുള്ളത് മാത്രമേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച്
നമ്മളും കർത്താവിനോട് പറയേണ്ട ഒരു കാര്യമാണിത്. അതായത് വി ആർ റെഡി ടു ഡു എവറിത്തിങ്. അങ്ങനെ നമ്മുടെ ഒരു നോക്ക്, നമ്മൾ കർത്താവിന് ജീവിതം സമർപ്പിച്ചാൽ നമ്മൾ ദൈവത്തോട് ഒരടി അടുക്കുമ്പോൾ അതിനൊക്കെ നമ്മുടെ കൊതി തീരുമാനം ദൈവം നമ്മുടെ അടുത്തോട്ട് അടുത്ത് വരും. നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം ഇമ്മേഴ്സ് ചെയ്യും. കാരണം തന്റെ നേരെ തിരിഞ്ഞ നിർമ്മല നിഷ്കളങ്ക ഹൃദയർക്ക് വേണ്ടി താൻ കരുത്തിനെന്ന് കാണിക്കേണ്ടതിന് കർത്താവിന്റെ കണ്ണ് ഭൂമിയിലെങ്ങും ചുറ്റി തിരിഞ്ഞോണ്ടിരിക്കുക. അത് നോക്ക്, അങ്ങനെ കർത്താവിനോട് നമ്മളൊന്ന് സിൻസിയർ ആയിട്ട് നമ്മുടെ ജീവിതം ഒന്ന് കൊടുത്തു നോക്ക്. He will, I can guarantee you, he will continuously demonstrate in your life. He is working on behalf of you. He will continuously, round the clock. ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. കർത്താവ് നോക്ക്, അല്ല നമ്മുടെ ജീവിതം ഒന്ന് കൊടുത്തു നോക്ക്. പക്ഷെ മെനി ടൈംസ് നമ്മുടെ സറണ്ടറിങ് കണ്ടീഷനില്ല. നോക്കിപ്പം ഈ ഫറോന്റെ അടുത്ത് ഇസ്രായേൽക്കാർ പോയി. മോശ എന്ന് പറഞ്ഞ എന്റെ ജനത്തെ വിട്ടയക്കണം. ഇത് റീസൺ എന്തായിരുന്നു വിട്ടയക്കണം എന്ന് പറയാൻ? ഇതൊക്കെ ബേസിക്. ഇതൊന്നും മറന്നു, നമ്മൾ 10 തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയില്ല എന്ന് പറയരുത്. വിട്ടയക്കണം എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? എന്താ സുനി ചോദിക്കുന്ന ആളെ പറയാ. ഫറോന്റെ അടുത്ത് നിന്ന് മോശ പറഞ്ഞു എന്റെ ജനത്തെ വിട്ടയക്കണം, ആരാധിക്കാനായിട്ട് വിട്ടയക്കണം. അതിന് റീസൺ പറയുന്നുണ്ട്. എന്തായിരുന്നു? അതെ, എബ്രായരുടെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു വൈ. ഇതറിയില്ല നമ്മൾ നോക്കി. ഇത് ഈ അടിത്തട്ടില്ലാത്ത പാതാളം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ്. അതായത് ദൈവത്തിന് പ്രീതികരമായിട്ട് ആരാധിച്ചില്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാർ പറയുന്ന ദൈവമല്ല ബൈബിളിലെ ദൈവം. എടുത്തു നോക്കി എക്സോഡസ് 5 നോക്ക്. ഈ ബൈബിളിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഡിഫറെന്റ് ആയതുകൊണ്ട് ആൾക്കാർ എന്ത് പറയുന്നതെന്നോ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുമെന്നോ ആൾക്കാർ. ഞാൻ വായിച്ചത് സ്റ്റാർട്ടിങ് വായിച്ചു. അനന്തരം മോശയും അഹ്റോനും ഫറവോന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഭൂമിയിൽ എനിക്കൊരു തിരുനാൾ നടത്താൻ എന്റെ ജനത്തെ വിട്ടയക്കണം. ഫറവോൻ പറഞ്ഞു, അവന്റെ വാക്കുകേട്ട് ഞാൻ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയക്കാൻ മാത്രം ആരാണ് ആ കർത്താവ്? ഞാൻ കർത്താവിനെ അറിയില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട്. ബാബു അതിനൊരു നടുക്കം വരുന്ന വേർഡാണ് ദി ഗോഡ് ഓഫ് ഹീബ്രൂസ്. എബ്രായരുടെ ദൈവം ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. മരുഭൂമിയിലേക്ക് 3 ദിവസത്തെ ദൂരം യാത്ര ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് മഹാമാരി കൊണ്ടും വാളുകൊണ്ടും ഞങ്ങളെ പീഡിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. അതായത് നോക്ക്, മോസസ് വാസ് നോയിങ് ഇറ്റ്. ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ബലി അർപ്പിച്ചില്ലെങ്കിൽ വാട്ട് ഈസ് ദി കൺസിക്വൻസ് എന്നുള്ളത് ഈ മോശ പറയുന്നതെന്ന് വി ഓൾസോ ഷുഡ് ലേൺ. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ കർത്താവ് മഹാമാരി കൊണ്ടും വാളുകൊണ്ടും ഞങ്ങളെ പീഡിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ആരാധന അർപ്പിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് ടീം തെറ്റാൻ പാടില്ല. എവിടെ ക്വസ്റ്റൻ എന്നോട് പറഞ്ഞപ്പോ എന്തോർത്തേക്ക് സോ യു ആർ ഡ്രീമിങ്. ഈ ക്വസ്റ്റ്യൻ പറയില്ല എന്നാൽ 2ാം ടീം പറ. 3rd ടീം ഹീബ്രൂസ്. ഹീബ്രൂസ് 12 കാരണം ഇത് നമുക്കും കൂടി ഉള്ള നോക്കി പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ എല്ലാം ന്യൂ ടെസ്റ്റാമെന്റ് ഈക്വാലന്റ് ബൈബിളിലുണ്ട്. അതിന്റെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വേർഡാ. ഒന്ന് വായിച്ചു ബാബു വായിച്ചാൽ ശരിക്കും നടുക്കം വരുള്ളൂ ആൾക്കാർക്ക്. 25 തുടങ്ങിയ 12:25 തുടങ്ങിയ അരുൾ ചെയ്യുന്നവനെ തള്ളിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമിയിൽ മുന്നറിയിപ്പ് നൽകിയവനെ തള്ളിക്കളഞ്ഞവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നവരെ തള്ളിക്കളഞ്ഞാൽ രക്ഷപ്പെടുക എത്രയധികം പ്രയാസം. അപ്പോൾ അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഇനി ഒരിക്കൽ ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കൽ എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആവാത്തവ നിലനിൽക്കാൻ ഇളക്കമുള്ളവയ്ക്ക് നിർമ്മിക്കപ്പെട്ടവയ്ക്ക് മാറ്റം വരും എന്നാണ്. അതുകൊണ്ട് ഇളക്കാനാവാത്ത ഒരു രാജ്യം ലഭിക്കുന്നതിനാൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ഭയഭക്തിയോടെ ദൈവത്തിന് സ്വീകാര്യമായ
ആരാധന അർപ്പിക്കാം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ. ഈ കാര്യം മോശ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ആരാധന അർപ്പിച്ചില്ലെങ്കിൽ, എന്നിട്ട് കുറെ കാര്യം പറയും. ഇപ്പം മോശയുടെ സമയത്ത് ഈ കമാൻഡ്മെന്റ് കൊടുത്തപ്പോൾ പർവ്വതം ഇളകി അവരെല്ലാം പേടിച്ചു, തീ പോലെ ഇറങ്ങി, ഇതൊക്കെ. പക്ഷെ ഇവിടെ എഴുതിയേക്കും. അപ്പൊ അത് പഴയ നിയമത്തില് നിയമം കൊടുത്ത സമയത്ത്. പക്ഷെ ഇപ്പൊ എഴുതിയേക്കുന്ന എന്താ? അപ്പോൾ അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഇനി ഒരിക്കൽ ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അന്ന് ഭൂമി മാത്രമൊന്ന് ആടിയുള്ളൂ. ഇനി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? എൻ്റെ സെലസ്റ്റിയൽ ബോഡി എല്ലാം കൂടി ക്രംബിൾഡ് ആകാൻ പോവുക. അതായത് വിത്ത് എ വേർഡ്, ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം ഇതിനെ അനദർ വേർഡ്, ഗോഡ് ക്രിയേറ്റഡ് ഇറ്റ് അല്ലെങ്കിൽ മെയ്ഡ് ഇറ്റ്, ഇനി അതിനെ അൺമെയ്ഡ് ചെയ്യും. അനദർ ഒരു വേർഡ് വരുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ കാണുന്നതെല്ലാം അപ്രത്യക്ഷമാവും. ഈ ഭൂമിയിൽ പണിയപ്പെട്ടതെല്ലാം ഡിസപ്പിയർ ചെയ്യും. അതവിടെ പറഞ്ഞേക്കുന്നത്. ഇനിയുള്ള ഇളക്കല് ആദ്യം ഇളകിപ്പോ ഒന്ന് പർവ്വതം വിറച്ചോളൂ. അവരെല്ലാം കൂടെ പേടിച്ച് വിറച്ചിട്ട് പറഞ്ഞു, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ സംസാരിച്ചാൽ മതി, ഞങ്ങളെല്ലാം അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. ബട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സംഭവിച്ചതിനേക്കാൾ വളരെ ഭീകരമായിട്ടുള്ള ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഒരിക്കൽ ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കൽ എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് നോക്കി. ഇനി ഒരിക്കൽ എന്ന് വായിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞേക്കാം, ഇനി ഒരിക്കൽ എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇളക്കാനാവാത്തവ നിലനിൽക്കാൻ ഇളക്കമുള്ളവയ്ക്ക് നിർമ്മിക്കപ്പെട്ടവയ്ക്ക് മാറ്റം വരുമെന്നാണ്. അതായത് നിർമ്മിക്കപ്പെട്ടവെന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഇത് നശിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചതല്ല. പക്ഷെ പാപം ചെയ്തു. നൗ ഇതിന് ഇനി ഒരു റിനോവേഷൻ ഇല്ല. ബട്ട് ഉള്ളത് എന്താ? ഡിസ്ട്രക്ഷനാണ്. ഇതിനെ നന്നാക്കി എടുക്കാൻ ദൈവത്തിന് പദ്ധതിയില്ല. ഇതിനെ കത്തി മുഴുവൻ നശിപ്പിച്ചിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. കാരണം പാപത്തിന്റെ പ്രസൻസിൽ ദൈവത്തിന് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇളക്കമുള്ളവയ്ക്ക് നിർമ്മിക്കപ്പെട്ടവയ്ക്ക് മാറ്റം വരുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ള വാഗ്ദത്തം എഴുതിയിരിക്കുന്നത്, ഇളക്കാനാവാത്ത ഒരു രാജ്യം ലഭിക്കുന്നതിനാൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ ഏത് രാജ്യങ്ങൾ സാമ്രാജ്യങ്ങൾ എടുത്തു. ഇപ്പോ ഈജിപ്ഷ്യൻ ഇതുണ്ടായിരുന്നു, അവരിന്ന് നിലനിൽക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. ദെൻ ഈജിപ്തിന് ശേഷം പിന്നീട് വന്ന കിങ്ഡം ഏതായിരുന്നു? അസീറിയ വന്നു, നശിച്ചുപോയി. ദെൻ അസീറിയക്ക് ശേഷം ബാബിലോൺ വന്നു, നശിച്ചുപോയി. ദെൻ മീദോ പേർഷ്യ വന്നു, പോയി. ഗ്രീക്ക്, അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്തായിരുന്നു? അതായത് അന്നത്തെ ദെൻ നോൺ വേൾഡിന് മുഴുവൻ കോൺക്വർ ചെയ്തു, അതെല്ലാം തകർന്നു നോക്ക്. പക്ഷേ ദെൻ റോമ സാമ്രാജ്യം വന്നു. പക്ഷെ നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഏതാ? ഇളക്കാനാകാത്ത ഒരു രാജ്യം നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത് അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു കിങ്ഡമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ലെറ്റ് us ബി താങ്ക്ഫുൾ. ആ താങ്ക്ഫുൾനെസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നാ? അങ്ങനെ ഭയഭക്തിയോടെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന അർപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ. കമ്മിങ് ബാക്ക് ടു എക്സോഡസ് 5 വരും ഇതേ കാര്യം തന്നെ മോശ പറഞ്ഞത്. അതായത് ഈ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ആരാധന അർപ്പിച്ചില്ലെങ്കിൽ ദൈവം ഞങ്ങളെ, അതായത് ഇൻ അതർ വേർഡ്സ്, ദൈവം നമ്മളെ നശിപ്പിച്ചു കളയും. അതല്ലേ സത്യം. ദൈവമായിട്ട് റിക്കൺസൈൽഡ് ആകാത്ത മനുഷ്യന്റെ ഗതി എന്താ? ഒരു സ്ഥലത്ത് ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ ക്വിസായിട്ട് ചോദിക്കുക. അതായത് നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നോട് അവിശ്വസ്തരായവരെ എവിടെ Psalm 73. ഇത് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം നമുക്ക് നിന്നിൽ നടന്നിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ, അവർ ഡീഫോൾട്ട് നശിച്ചു പോകും. പക്ഷെ ഇനിയുള്ളത് നമ്മളാ. ഇനി നമ്മൾ ദൈവത്തോട് അവിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മൾ നശിപ്പിക്കും. 73:25 വായിക്കാം. ഇത് നമ്മൾ ഭയങ്കര ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവമില്ലാത്ത മനുഷ്യന്റെ നാശം അത് ഓട്ടോമാറ്റിക് അത് വരും. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മളെ സംബന്ധിക്കുന്ന കാര്യം വായിച്ചോ. സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട്? വായിച്ചു. ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. എന്റെ ജഡവും എന്റെ ഹൃദയവും ദുർബലമായേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ഹൃദയബലവും എന്റെ നിത്യ ഓഹരിയും. നോക്കൂ, നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നോട് അവിശ്വസ്തരായവരെ നീ നശിപ്പിക്കും. അപ്പൊ നമ്മൾ നിന്നിൽ നടന്നിരിക്കുന്നവർ നശിച്ചു പോകും. അതിപ്പോ നമ്മുടെ ബന്ധക്കാര്, സ്വന്തക്കാര്, കർത്താവിനെ അറിയാത്തവര്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവര്, റൈറ്റ് വേർഡ് ടു ബി യൂസ്ഡ്, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കാത്ത നമ്മുടെ റിലേറ്റീവ്സ് ഓട്ടോമാറ്റിക്കലി നശിച്ചു പോകും. ഇവിടുത്തെ ഈ ഡെത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഡെത്ത് എല്ലാവരും മരിക്കും, നമ്മളും മരിക്കും. ബട്ട് ഡെത്തിന് ശേഷം ഒരു
നിത്യശിക്ഷാവിധിയിലേക്ക് അവർ പ്രവേശിക്കും. അവർക്കത് ഡിസ്റ്റൈൻഡാണ്. ബട്ട് നമുക്കിത് ഡിസ്റ്റൈൻഡ് അല്ല. പക്ഷെ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ദൃഢചിത്തരായിട്ട് വിശ്വാസത്തിൽ തുടർന്നില്ലെങ്കിൽ നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ ദൈവം നമ്മളെ നശിപ്പിക്കും. അതാണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അവിശ്വസ്തരായവരെ നശിപ്പിക്കും. ഒരു സിമിലർ വേർഡ് നമ്മൾ വായിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദുഃഖിപ്പിച്ചാൽ എന്താ അതായത് കേട്ടില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേഷ്യൻസ് എഴുതിയിട്ടുണ്ട്. അതെവിടെയാ ഗ്ലാഡ്സൺ ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയിരിക്കുന്നത്? എവിടെയാ ഗ്ലാഡ്സൺ? അപ്പോൾ ICA 63 അതിൻ്റെ 10 വായിക്കുമ്പോൾ, പക്ഷെ ഈ 10 വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ 9 വായിക്കാൻ ഹൃദയസ്പർശിയ എന്ന് വായിച്ചു. 9 സെന്റൻസ്. ദൂതനോ മാലാകയോ അല്ല, അവന്റെ സാന്നിധ്യം തന്നെയാണ് അവരെ രക്ഷിച്ചത്. അവൻ തന്റെ സ്നേഹകാരുണ്യങ്ങളാൽ അവരെ വീണ്ടെടുത്തു. അവൻ അവരെ ഉദ്ധരിച്ച് കഴിഞ്ഞ കാലം മുഴുവൻ അവരെ സംവഹിച്ചു. ആലോചിക്കുക, ദൈവം ഇസ്രായേലിന് ചെയ്ത സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. അത് ഇംഗ്ലീഷ് എന്ന് വെച്ച് In all their afflictions, നമ്മുടെ in all their affliction he was afflicted. കർത്താവിനെ ദൈവത്തിന്റെ സഭയെ പോൾ പീഡിപ്പിച്ച കർത്താവ് ചോദിച്ചു, വൈ ആർ യു പെർസിക്യൂട്ടിങ് മൈ ചർച്ച് എന്നല്ല ചോദിച്ചു, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? ഇൻ ഓൾ ദെയർ അഫ്ലിക്ഷൻസ് ഐ വാസ് അഫ്ലിക്റ്റഡ്. And the angel of his presence saved them. Yeah. In his love and in his pity he redeemed them, and he bore them and carried them. എന്തെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തെ എഴുതിയിരിക്കുന്നു. വായിച്ചു ബാബു, നാം വായിച്ചു. ദൂതനോ മാലാകയോ അല്ല, അവന്റെ സാന്നിധ്യം തന്നെയാണ് അവരെ രക്ഷിച്ചത്. അവൻ തന്റെ സ്നേഹകാരുണ്യങ്ങളാൽ അവരെ വീണ്ടെടുത്തു. അവൻ അവരെ ഉദ്ധരിച്ച് കഴിഞ്ഞ കാലം മുഴുവൻ അവരെ സംവഹിച്ചു. മതി. അത് സത്യവേദോസം നോക്കിയത്. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമുഖദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ആലോചിക്കുക, ദൈവം ചെയ്ത കാര്യം ഇസ്രായേലിന്റെ ഹിസ്റ്ററിയിൽ. ഇൻ ഓൾ ദെയർ അഫ്ലിക്ഷൻസ് ഹി വാസ് അഫ്ലിക്റ്റഡ്. അവരുടെ കഷ്ടത്തിൽ എല്ലാം ആശ്വാസം നൽകി. ഇപ്പൊ നമ്മുടെ കഷ്ടങ്ങളെ സ്വന്തം കഷ്ടമായിട്ട് എടുക്കുന്ന ഒരു കർത്താവ്. ലാസറിന്റെ വീട്ടിൽ പോയി അവിടെ അവരെല്ലാം കൂടെ കരയുന്ന കണ്ടപ്പോൾ കർത്താവ് കരഞ്ഞു. സോ ഇൻ ഓൾ ദെയർ അഫ്ലിക്ഷൻസ്. ബട്ട് ദെൻ റീഡ് ദി വേഴ്സ് 10, 10th സെന്റൻസ്. ഇത് കഴിഞ്ഞിട്ടാ വായിച്ചേ. എന്നാൽ അവർ നിഷേധം കാട്ടി അവന്റെ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിച്ചു. അതിനാൽ അവൻ അവരുടെ ശത്രുവായി മാറി. കണ്ടോ, ഇത് നമ്മൾ നോക്കുക. ഇതാണ് പോൾ പറഞ്ഞ കാര്യം. ദൈവത്തിന്റെ കാരുണ്യവും കാർക്കശ്യം അറിയണം. ഈ കാരുണ്യം എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ കാർക്കശ്യം ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും താങ്ക്ലെസ് ആയപ്പോ ദൈവത്തിന് പെട്ടെന്ന് കോപം വന്നു. ദൈവം അവൻ തന്നെ അവർക്ക് എതിരായിട്ട് മാറി. അപ്പൊ നമുക്ക് ഡോണ്ട് ഗ്രീവ് ദി ഹോളി സ്പിരിറ്റ് എന്നൊരു വേർഡ് നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിൽ വായിക്കുന്നുള്ളൂ. അത് ഇവിടെ നിന്നുള്ള കൊട്ടേഷനാണ്. അതിൽ പറഞ്ഞേക്കുന്നത് അവൻ അവർക്ക് ശത്രുവായി. ഡോണ്ട് ഗ്രീവ് ദി ഹോളി സ്പിരിറ്റ് എന്ന് എഫേഷ്യൻസിലുള്ളൂ. ബട്ട് ഇവിടെ എഴുതിയേക്കുന്നത് ഗ്രീവിങ് അതിന്റെ കൺസീക്വൻസ് ഇവിടെ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഇത് സിലബസിന് പുറത്തുള്ളതാണോ? കാരണം അവരുടെ ശത്രുവായി മാറി. അപ്പൊ അവിടെ ഡോണ്ട് ഗ്രീവ് ദി ഹോളി സ്പിരിറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ക്വിസ. അടുത്ത സെന്റൻസ് എന്താ? ചോദിക്കുന്ന ടീം എന്താ? നോ. എന്താ? എന്താ സെക്കൻഡ് ടീം? ഷുവർ. എന്താ മൂന്നാം ടീം? അത് എഫേഷ്യൻസ് 2:4-29 ആണെന്ന് വെച്ച് ബാബുന്ന് വെച്ചത്. എഫേഷ്യൻസ് 4:29 30 വെച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനിലാണ് രക്ഷാകര ദിനത്തിലേക്കു നിങ്ങൾ മുദ്രിതരായിരിക്കുന്നത്. വിദ്വേഷം, ക്രോധം, കോപം, അട്ടഹാസം, പരദൂഷണം എന്നിവ എല്ലാ ദുഷ്ടതകളോടുകൂടി നിങ്ങൾ ഉപേക്ഷിക്കുക. ക്രിസ്തു വഴി അതായത് പരിശുദ്ധാത്മാവിന്റെ ആ തന്നേക്കുന്ന ആട്രിബ്യൂട്ട് പറഞ്ഞേക്കാണ് ഹി സീൽഡ് ഇൻ അവർ ഹോളി സ്പിരിറ്റ്. പക്ഷെ ദുഃഖിപ്പിക്കുന്ന എങ്ങനെയാന്ന് പിന്നെ എഴുതിയേക്കുന്നത്. അതായത് 29 അപ്പുറം ഇപ്പുറം എഴുതിയേക്കുന്നത്. 29 വായിച്ചു നോക്കി. നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് ദുഷിച്ച സംസാരം ഉണ്ടാകാതിരിക്കട്ടെ.
ആധ്യാത്മിക അഭിവൃദ്ധിക്ക് ഉതകുന്നതും സന്ദർഭോചിതവും ശ്രോതാക്കൾക്ക് ഉപകരിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതായത് അതിന്റെ കൺസീക്വൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, അതായത് നാവിന്റെ ഉപയോഗവുമായിട്ടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത്. 29 and 30. 29 ഒന്നുകൂടെ വെച്ചു പോകും. 29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ദുഷിച്ച സംസാരം ഉണ്ടാകാതിരിക്കട്ടെ, ആധ്യാത്മിക അഭിവൃദ്ധിക്ക് ഉതകുന്നതും. അപ്പൊ പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ആധ്യാത്മിക അഭിവൃദ്ധിക്ക് ഉതകുന്നതും സന്ദർഭോചിതവും ശ്രോതാക്കൾക്ക് ഉപകരിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. മാത്രം എന്നുള്ളതില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, മാത്രം സംസാരിക്കുക. അടുത്ത സെന്റൻസ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതായത് നോക്ക്, ദി ഡേ ഓഫ് പെന്റിക്കോസ്റ്റിൽ when the Holy Spirit descended, he appeared like split tongues. അല്ലേ? അതായത് ഇൻ ഫ്യൂച്ചർ അല്ലെ ദി ക്രിസ്ത്യൻ ലൈഫില് അല്ലെ സഭയുടെ ചരിത്രത്തില്, അതായത് നമ്മുടെ നാവിനെയാണ് ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് സീൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അതാണ് കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രാവിന്റെ രൂപത്തിലാണ് വന്നത്, നമ്മുടെ മേൽ വന്നപ്പോൾ നാവിന്റെ രൂപത്തിലാണ് വന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് നാവിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. അപ്പൊ നമുക്ക് ഇറ്റ്സ് ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റീസ് ദയർ. അതായത് സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കുക, അത് റൈറ്റ് ആയിട്ട് നോക്ക്. യു ക്യാൻ ടോക്ക് എനിത്തിങ് എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായിട്ട്. ബട്ട് അശ്ലീല സംസാരമോ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ ചെയ്താല് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. കാരണം നമ്മളെ ദൈവ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുക അല്ലേ? നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്, നിങ്ങളുടെ വകയല്ല. അപ്പൊ നമ്മുടെ ദൈവം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്താ? നമ്മുടെ നാവിനെയാണ്. കാരണം ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയുക. സുവിശേഷം എവറിത്തിങ് ഈ സംസാരം എന്ന് പറയുന്നത് നാവിലൂടെയാണ്. വി ആർ എക്സ്പ്രസിങ് അവർസെൽസ് ത്രൂ അവർ ടങ്. അപ്പൊ ഈ നാവിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ റോങ് ആയിട്ട് യൂസ് ചെയ്താല് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. കാരണം ഇതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കർത്താവ് നമ്മളെ സീൽ ചെയ്തേക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ റോങ് ആയിട്ട് നമ്മുടെ ടങ്ങിനെ യൂസ് ചെയ്യാറുണ്ടോ? ഒക്കെ സന്ദർഭോചിതമായിട്ട് നമ്മളൊരാളെ കണ്ടു, ക്യാൻ ടോക്ക് എനിത്തിങ് സന്ദർഭോചിതമായിട്ട് ഡീസെന്റ് ആയിട്ട് എന്തുവേണം സംസാരിക്കുക. അറ്റ് ദി സെയിം ടൈം അതിൽ കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതായത് പരദൂഷണം അല്ലെങ്കിൽ പൊട്ടച്ചൊല്ല്, വിശുദ്ധർക്ക് യോജിക്കാത്ത ഒന്നും നാവിൽ നിന്ന് വരാൻ പാടില്ല. അശ്ലീല സംസാരം അല്ലെങ്കിൽ അശുദ്ധിയുടെ പേര് പോലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വി ആർ ഹോളി പീപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. അല്ലെ എഫേഷ്യൻസ് 1:3 12 ഒക്കെ പറഞ്ഞ 1:12 എന്ന് വായിക്കുമ്പോൾ എഫേഷ്യൻസ് 1:12 ക്രിസ്തുവിൽ ആദ്യം പ്രത്യാശ അർപ്പിച്ചവരായ നാം ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കാൻ നിശ്ചയിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ്. 1:4 തന്റെ മുമ്പിൽ നാം വിശുദ്ധരും കുറ്റമറ്റവരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ നമ്മെ സ്നേഹപൂർവ്വം യേശുവിൽ തെരഞ്ഞെടുത്തു. അതെ, വിശുദ്ധരും കുറ്റമറ്റവരുമായിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹോളി പീപ്പിൾ. അതിനു വേണ്ടിയിട്ട്. കാരണം അശുദ്ധിയോടുകൂടി ദൈവത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കർത്താവിന്റെ എസേക്കിയേൽ 43 ഒക്കെ വായിക്കുമ്പോൾ ദേവാലയത്തെ കുറിച്ചുള്ള ചട്ടം ഇതാണ്: ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലമെല്ലാം വിശുദ്ധമാണ്. ദെൻ പ്രധാന പുരോഹിതന്റെ നെറ്റിയിൽ ഒരു പട്ട വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹോളിനെസ് അൺടു ഗോഡ്. നമ്മളും പുരോഹിതരാണ്, നമ്മുടെ നെറ്റിയിലും ഇത് ഉണ്ട്. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത്, അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ ദൈവം നമുക്ക് അഡ്വേഴ്സായി തീരും. അപ്പൊ ഇതില് നമ്മൾ ആദ്യം ചിന്തിച്ചത് ഇതാണ്. ഇപ്പൊ പല വേർഡുകളും ബൈബിളില് ഈ എഴുതിയേക്കുന്ന ഡയറക്റ്റ് മീനിങ് ആയിരിക്കത്തില്ല. ഇപ്പൊ അതുപോലെ ഒന്നാണ് സ്നാനപ്പെടാൻ പറഞ്ഞേക്കുന്നത്. അല്ലാതെ സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്നതായിരുന്നെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിരുന്നു ക്രിസ്ത്യന്മാർക്ക്. അപ്പൊ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാല് നാം ക്രിസ്തുവിനോടുകൂടി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിനോട് ഇങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അതായത് അവന്റെ മരണത്തിൽ പങ്കുകാരാകുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ വി ആർ ഇമ്മേഴ്സ്ഡ് വിത്ത് ഹിസ് ഡെത്ത്. ഇത് തന്നെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനയം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ, മീൻസ് ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത് യു ഡോണ്ട് ഹാവ് എനി ലൈഫ്. അപ്പൊ ഇത്രയൊക്കെ ബൈബിളിൽ കോംപ്ലിക്കേഷൻ ഒന്നുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഈ നമ്മളെ ബലിയെ കുറിച്ച് ചിന്തിച്ചു. ദെൻ ഇതാ നമ്മൾ ചിന്തിച്ചത്, അതായത് ഫറവനോട് മോശ എന്ന് പറയുന്ന കാര്യം, അതായത് ദൈവത്തിന് പ്രീതികരമായിട്ട് ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവം ഞങ്ങളെ മഹാമാരി കൊണ്ടും പീഡിപ്പിക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളിന്ന് എക്സ്പെക്റ്റഡ് ഫുഡ്, ദൈവം പെട്ടെന്ന് പീഡിപ്പിക്കും കൊല്ലുന്നൊന്നുമല്ല, പക്ഷെ എക്സ്പെക്റ്റഡ് ഫ്രൂട്ട് കിട്ടാൻ വേണ്ടി ദൈവം ക്ഷമയോടെ
കാത്തിരിക്കുക. ഇസ്രായേൽ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേലായിരുന്നു. അതിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത് നീതിയായിരുന്നു. പക്ഷെ കിട്ടിയത്, ഈ മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള ഉപമ ത്രോട്ടുണ്ട് ബൈബിളിൽ അല്ലെ, കർത്താവ് പല സ്ഥലത്തും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കൊട്ടേഷൻ ഫ്രം ഓൾഡ് ടെസ്റ്റമെന്റ്, ഏഷ്യ ചാപ്റ്റർ 5. അതിന് എടുക്കണ്ട. ദൈവം പ്രതീക്ഷിച്ചത്, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അത് നോക്കുന്നത് പ്രതീക്ഷിച്ചത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ നോക്കി. ഏഷ്യ 5 അതിന്റെ 7ാം സെന്റൻസ് വായിച്ചു. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. യഹൂദാക്കാർ അവന്റെ പ്രിയപ്പെട്ട ചെടികളാണ്. അവൻ നീതിയാണ് അന്വേഷിച്ചത്. പക്ഷേ ഇതാ രക്തച്ചൊരിച്ചിൽ, ധർമ്മിഷ്ഠതയ്ക്ക് പകരം ഇതാ നിലവിളി. അതെ, അപ്പൊ നീതിയാണ് അന്വേഷിച്ചത്. നമുക്ക് നീതി എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി ഇറ്റ് ഈസ് എ ലൈഫ് വിച്ച് ഈസ് ഒബീഡിയന്റ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. അതാ നീതി എന്ന് പറയുന്നത്, റൈച്ചസ് ലൈഫ്. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീതിയാണ്. പക്ഷെ ആ നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഫറോന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ കാര്യം, അതായത് ദൈവം പീഡിപ്പിക്കും. നമ്മൾ കാണുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഇതില് ഹീബ്രൂസ് 12 നമ്മൾ വായിക്കുന്നില്ലേ, അതായത് മക്കളാണെങ്കിൽ ശിക്ഷ ഉണ്ടാവും. അപ്പൊ ഇതില് ആ ബാലശിക്ഷയുടെ എല്ലാം നമ്മളെന്ന് ചിന്തിക്കുന്ന വൺ വേർഡ് പർപ്പസ് എന്തായിരുന്നു? അവന്റെ വിശുദ്ധിയിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ദൈവം പ്രതീക്ഷിക്കുന്ന റൈറ്റസ് ലൈഫ് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ ദൈവം നമ്മൾ ശിക്ഷിക്കും. നമ്മളെല്ലാം അനുഭവിക്കുന്നവരല്ല, അല്ലാതെ നമ്മളിപ്പം ഞാനതിൽ നിന്ന് എക്സ്ക്യൂസ്ഡ് ആയിട്ട് പറയുന്നതല്ല. പക്ഷെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന, ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ഒട്ടും ഹൈ സ്റ്റാൻഡേർഡ് അല്ല. നോ. കാരണം ദൈവം നമ്മളെ അങ്ങനെ പീഡിപ്പിക്കുകയൊന്നുമില്ല. ഒരു എന്താ പറയുന്നത്, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പെക്ടേഷനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്നില്ല. അപ്പൊ നമ്മൾ വിൽഫുൾ ആയിട്ട് കെയർലെസ് ആയാൽ മാത്രമേ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകത്തുള്ളൂ. നമ്മളിപ്പം ശരി ഒരുമാതിരിയൊക്കെ മര്യാദയ്ക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ദൈവം പിടിക്കില്ല. പക്ഷെ സോ കെയർലെസ് ആയല്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറുത്ത് വായിക്കുന്നില്ലേ, അതായത് ഇത്ര വലിയ രക്ഷയെ അവഗണിച്ച് കളഞ്ഞാൽ പ്രശ്നം. നമ്മളെങ്ങനെ ഈ സാൽവേഷനെ അവഗണിക്കുന്നവരാണോ അതോ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൊണ്ടു നടക്കുന്നവരാണോ? അവഗണിച്ചാൽ ദൈവത്തിന് ക്രോധവും കോപവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ ഫറോൻ പറഞ്ഞു ഇത് വിട്ടയക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ, പീഡകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജിൽ ഫറോൻ പറയുന്നുണ്ട്, ഈ എക്സോഡസ് 8:8 വായിച്ചപ്പോ 8:28 ഈജിപ്തുകാരുടെ ഭവനങ്ങളിലും അവർ നിൽക്കുന്ന സ്ഥലത്തും ഈച്ചകൾ നിറയും. എന്നാൽ ഭൂമിയിൽ ഞാൻ തന്നെ കർത്താവ്. 8:28 മുഴുവൻ വായിക്കണ്ട, അറിയാവുന്ന സ്ഥലങ്ങൾ. 8:28. അപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കാൻ ഞാൻ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിടാം. പക്ഷെ നിങ്ങൾ വളരെ ദൂരത്തേക്ക് പോകരുത്, എനിക്കായി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫറോ എന്ന് പറയുന്നത് ഓൾവേസ് പിശാചിന്റെ നിഴല. ഫറോ പിശാചല്ല. അപ്പൊ ഈ ഫറോ ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ വർഷിപ്പിംഗ് യഹോവയെ വർഷിപ്പ് ചെയ്യുന്നതിൽ ഫറോനും ഇൻട്രസ്റ്റഡാണ്. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ബട്ട് യു മസ്റ്റ് ബി വിത്തിൻ ഈജിപ്റ്റ്. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്നത് ഫറോയ്ക്ക് യഹോവയെ വർഷിപ്പ് ചെയ്യുന്നതിൽ താല്പര്യമില്ല എന്ന് വിചാരിക്കരുത്. കാരണം യഹോവയെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഫറോന് വേണ്ടത്. ബട്ട് ദേ മസ്റ്റ് ബി വിത്തിൻ ഈജിപ്റ്റ്. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ് ഇൻ ദി വേൾഡ്. കാരണം പക്ഷെ മോശ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. 3 ദിവസത്തെ ദൂരം അവിടെ നിന്ന് യാത്ര ചെയ്ത് പോകണം, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ ആരാധിക്കണം. പക്ഷെ ഫറോൻ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിച്ച പോലെ ഇഷ്ടം പോലെ ആരാധിച്ചു. ഇപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം പറയാം, സഭയുടെ പേര് പറയാണ്, പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ CSI ചർച്ചില് ഈ ചൈൽഡ് ബാപ്റ്റിസം മോസ്റ്റ്ലി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ടീച്ചിങ് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞൊക്കെ കുറെ പേരൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അഡൾട്ട് ബാപ്റ്റിസം ദേ ക്യാൻ ടേക്ക് ഇറ്റ്. പക്ഷെ ഇവിടുന്ന് പോകാൻ പാടില്ല. അപ്പൊ വിനകറിയാം, അവിടെ അഡൾട്ട് ബാപ്റ്റിസം ഉണ്ട്. ഇഫ് യു വാണ്ട് ടു ടേക്ക് ബാപ്റ്റിസം, ഫുൾ പ്രായമായിട്ട് ബാപ്റ്റിസം എടുക്കണമെങ്കിൽ CSI യു ക്യാൻ ടേക്ക്. ഒള്ളി തിങ് അവിടെ പോകാതിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഫറോൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫറോൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരാധിച്ച പോലെ നിങ്ങൾ ആരാധിച്ചു, പക്ഷെ ഈജിപ്തിൽ നിന്ന് തന്നെ എന്നിട്ട് വീണ്ടും. അപ്പൊ മോശ പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ ആരാധിക്കേണ്ട സമയത്ത് ചെല്ലുമ്പോഴേ ബലിവസ്തു എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ദൈവം പറയുന്ന പോലെ ആരാധിക്കണം. ദൈവം അഡ്വാൻസ് ആയിട്ട് പറയത്തില്ല, ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ ആരാധിക്കണം. അപ്പൊ വിട്ടില്ല ഫറോൻ. ദെൻ അഗെയിൻ പ്രശ്നങ്ങൾ വന്നപ്പോൾ 10ാം അധ്യായത്തിൽ അതോടെ വായിച്ചു, 10:8 വായിച്ചു.
ഉടനെ മോശയും അഹ്റോനെയും തിരിച്ചു വിളിച്ച് ഫറവോൻ പറഞ്ഞു, പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. പക്ഷേ ആരെല്ലാമാണ് പോകുന്നത്? അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങൾ ആബാലവൃദ്ധൻ ജനങ്ങളും പോകും. പുത്രീപുത്രന്മാരും ആടുകളും കാലികളും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ കൊണ്ടാടുകയാണ്. അപ്പോൾ ഫറവോൻ പറഞ്ഞു, കർത്താവാണ്, കുട്ടികളെയും കൂട്ടി പോകാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. വേണ്ട, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോവുക, കർത്താവിനെ ആരാധിക്കുക, അതല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടി ഓടിച്ചു. ഇങ്ങനെ തന്നെ പലപ്പോഴും നിങ്ങൾ പുരുഷന്മാർ മാത്രം പോവുക, കർത്താവിനെ ആരാധിക്കുക, അതല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പലപ്പോഴും ആൾക്കാർ അങ്ങനെയാണ്. കർത്താവിനെ ആരാധിക്കുക, എവിടെ ആരുടെ കൂടെ കൂടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, എവിടെ ഇരുന്നാണേലും കുഴപ്പമില്ല, ആരുടെ കൂടെ കൂടി പ്രാർത്ഥന ആരാധന ഭയങ്കര പരിപാടികളായിരിക്കും, ഉപവാസ പ്രാർത്ഥന, ഇതെല്ലാം നോക്ക്. ഇതിനകത്ത് ദൈവത്തിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. വേറെ ഫറോ ഈസ് ഇൻട്രസ്റ്റഡ്. ഫറോന് ഇഷ്ടമാണ്. കാരണം ഈ ദൈവത്തെ ആരാധിക്കാത്ത ആൾക്കാരെ അല്ല ഫറോന് വേണ്ടത്, ദൈവത്തെ ആരാധിക്കുന്നവരെ വേണ്ടേ. കാരണം പിശാച് അവസരം നോക്കിയിരിക്കുക. ഓരോ സഭയുടെ കാര്യത്തിലും എല്ലാ രക്ഷിക്കപ്പെട്ട ഒരാളെ ആണ് പിശാചിന്റെ ടാർഗറ്റ്. അല്ലെങ്കിൽ ഈ പ്യുവർ ബ്രീഡ്, അല്ലെങ്കിൽ നമുക്കറിയാം ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മാലാഖമാർ വന്ന് മനുഷ്യരുമായിട്ട് കോഹാബിറ്റ് ചെയ്തപ്പോഴാണ് ദൈവം പെട്ടെന്ന് ലോകത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം പ്യൂരിറ്റിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും ബൈബിളിൽ ത്രൂ ഔട്ട് യു ക്യാൻ സീ ഇറ്റ്. 2 തരം നൂല് കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്, കാളയും കഴുതയും കൂട്ടി നിലം മുഴുവാൻ പാടില്ല, ഇതെല്ലാം, അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന് ഇപ്പോൾ കാളയും കഴുതയും കൂട്ടി കണ്ടം പൂട്ടുന്നതിലൊന്നും ലോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ബട്ട് ഹീസ് ടീച്ചിങ്. അതായത് പ്യൂരിറ്റി ദൈവം എല്ലാ സ്റ്റേജിലും ആഗ്രഹിക്കുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഫറോന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇനി അതായത് കർത്താവിന് എന്ത് ഇഷ്ടമല്ലയോ അത് ആർക്ക് ഇഷ്ടമായിരിക്കും? ഫറോ അല്ലെ പിശാചിന് ഇഷ്ടമായിരിക്കും. ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്, കർത്താവിന് എന്തൊക്കെ ഇഷ്ടമല്ലേ അത് പിശാചിന് ഇഷ്ടമായിരിക്കും. സോ ഇഫ് യു ആർ ഗോയിങ് ടു എടുക്കണ്ട ലവോഡിഷ്യൻ ചർച്ച എടുക്കുമ്പോൾ, ലവോഡിഷ്യൻ ചർച്ചിലുള്ളവരുടെ കമ്മിറ്റ്മെന്റ് ഇറ്റ് വാസ് 1 to 99% ആണല്ലോ. കാരണം ലൂക്വാമ ഹോട്ടുമല്ല ഹോൾഡുമല്ല. അപ്പൊ അവരെ ഗോഡ് ഹെയ്റ്റ്സ് ദം, ഗോഡ് വാണ്ടഡ് ടു സ്പിറ്റ് ദം ഔട്ട് ഓഫ് ഹിസ് മൗത്ത്. അപ്പോ പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാരാ? ലൗഡേഴ്സ് ഇൻ ദി സെൻസ് 1 to 99% കമ്മിറ്റ്മെന്റ് ഉള്ളവരെ പിശാചിന് ഇഷ്ടം. അതായത് ഈ സീറോയെ പിശാചിന് ഇഷ്ടമില്ല. കാരണം ഈ സീറോ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, പിശാചിന്റെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. വേറെ ഈ 1 to 99 ആൾക്കാർ ഒരിക്കലും പോകത്തില്ല. അവർ പിശാചിന്റെ മുതൽക്കൂട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ ഈ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുക എന്നുള്ള പിശാചിന്റെ ഏജ് ഓൾഡ് പ്രിൻസിപ്പിൾ. യു ഗോ ടു ഇപ്പൊ എസ്രാ ചാപ്റ്റർ 4 എടുത്തു നോക്കി. കാരണം ദേവാലയത്തിന്റെ പണിയല്ല ചർച്ചിന്റെ പണി. ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദി പ്രീവിയസ് ഹിസ്റ്ററി. ബാബു ഒന്ന് വായിക്കും, എസ്രാ 4 സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ. എസ്രയിലെ ബാബുവിന്റെ കുട്ടി അല്ല, ബാബു വായിക്കും, ബാബുവിന് വായിക്കും. ബാബു നമ്മുടെ എന്താ പറയുന്നത്, സ്ക്രൈബ് എന്ന് പറയുന്ന പോലെ. എത്ര വലിയ ബുക്കല്ലേ ഈ പേജ്? അതെ, 571 ഇതില് 571 4 സ്റ്റാർട്ടിങ് ആണ്. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ദേവാലയം നിർമ്മിക്കുന്നു എന്ന് യഹൂദായുടെയും ബെന്യാമിന്യരുടെയും ശത്രുക്കൾ കേട്ടു. അപ്പോൾ അവർ സെറുബാബേലിനെയും പിതൃഭവന തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങളും നിങ്ങളുടെ കൂടെ പണിയട്ടെ. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസാർ ഹെദോന്റെ കാലം മുതൽ ഞങ്ങൾ ഈ ദൈവത്തിന് യാഗം കഴിച്ചിരുന്നു. എന്നാൽ സെറുബാബേലും യോശുവയും ഇസ്രായേലിലെ മറ്റു പിതൃഭവന തലവന്മാരും അവരോട് പറഞ്ഞു,
ഞങ്ങളുടെ ദൈവത്തിന് ഒരു ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പേർഷ്യൻ രാജാവായ സൈറസ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഞങ്ങൾ തനിയെ ആലയം നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ തദ്ദേശവാസികൾ യഹൂദക്കാരുടെ ധൈര്യം കെടുത്തി പണിയിൽ അവർക്ക് ഭയം ഉളവാക്കി. പേർഷ്യയിലെ രാജാവായ സൈറസിന്റെ കാലം മുഴുവനും പേർഷ്യയിലെ രാജാവായ ദാരിയൂസിന്റെ ഭരണം വരെ പോലും ഇവർ യഹൂദക്കാരുടെ ലക്ഷ്യം വിഫലമാക്കാൻ അവർക്കെതിരെ ഉപദേഷ്ടാക്കളെ കൂലിക്കെടുത്ത് വശീകരിച്ചു. അതായത് they pretended as friendly. അവര് പറഞ്ഞു ഞങ്ങളുടെ കൂടി നമുക്ക് ഒന്നിച്ചു പണി, ഞങ്ങൾ ഇതേ ദൈവത്തെ തന്നെ ആരാധിക്കുന്നു. ബട്ട് അന്നത്തെ ആൾക്കാർ ദൈവികരായിട്ടുള്ള മനുഷ്യർ പറഞ്ഞു നോ, വി വിൽ ബിൽഡ് അലോൺ. കാരണം ഇന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പണി പണിയാം, അല്ലാതെ ദൈവവചന പ്രകാരം പണിയണമെന്നോ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പണിയണമെന്നോ 3 ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് സെപ്പറേറ്റഡ് ആയിട്ട് പണിയണമെന്നോ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ പണിയണമെന്നൊന്നുമില്ല. ഫറോന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ കൂടെ പണിയുന്ന ഫറോന് ഏറ്റവും ഇഷ്ടം. അപ്പൊ നാം ഒരു പ്യുവർ ബ്രീഡിനെ കണ്ടാല് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു ചർച്ചിനെ കണ്ടാല് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യം. അപ്പൊ അതിനകത്തേക്ക് പിശാചി ദൂതന്മാരെ അയക്കും, അല്ലെങ്കിൽ കമ്മിറ്റഡ് അല്ലാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ ഹാഫ് ബ്രീഡ് ആയിട്ടുള്ള ആൾക്കാരെ. ഈവൻ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ, അതിനകത്ത് സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു. ഈ സമ്മിശ്ര ജാതിയാണ് പിന്നീട് അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ നാശത്തിലേക്കും. കാരണം അവരെന്നും പറഞ്ഞുകൊണ്ടിരുന്നു, അവരെന്തായിരിക്കും പറയുന്നത്, ഈജിപ്ത് നല്ലതായിരുന്നു, അവിടുത്തെ സ്ഥലം എന്ത് നല്ല ഇറച്ചി അവിടെ കിട്ടിക്കൊണ്ടിരുന്നു, അല്ല അവിടുത്തെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാല് ചുവന്ന ഉള്ളിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അവരെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, എന്ത് മത്തങ്ങയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞ് കുറെ നാൾ കേട്ട് കഴിഞ്ഞപ്പോ ഈ രക്തം തളിച്ചു വന്ന പ്യുവർ ബ്രീഡിന് എന്ത് തോന്നി? ശരി, നോക്കി നമ്പേഴ്സ് 11 വായിക്കുമ്പോ പെട്ടെന്നായിരുന്നു നമ്പേഴ്സ് പെട്ടെന്ന് കിട്ടും. വായിച്ചു സ്റ്റാർട്ടിങ്. കർത്താവ് കേൾക്കെ തങ്ങളുടെ നിർഭാഗ്യങ്ങളെ പറ്റി ജനങ്ങൾ പരാതി പറഞ്ഞു. അതെ, ഇപ്പോ ഇവരുടെ കരച്ചിലും കണ്ണീരും വേദനയും കണ്ടിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ദൈവം ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് ഇവിടുത്തെ ഗതികേട് പ്രശ്നമായി. കർത്താവ് കേൾക്കെ തങ്ങളുടെ നിർഭാഗ്യങ്ങളെ പറ്റി ജനങ്ങൾ പരാതി പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ വി ആർ ബ്ലെസ്ഡ് ബെറ്റർ ദാൻ മെനി അതേഴ്സ്, സ്റ്റിൽ വി ആർ നോട്ട് ഹാപ്പി. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഗെയിൻ. നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്തോഷമല്ല, ഗോഡ് വിൽ ബി വെരി ആംഗ്രി. ഇത് കേട്ടപ്പോൾ കർത്താവിന് കോപം ജ്വലിച്ചു. കർത്താവിന്റെ അഗ്നി അവരുടെ ഇടയിൽ എരിഞ്ഞു, അത് പാളയത്തിന്റെ വെളിയിലുള്ള ചില ഭാഗങ്ങൾ ദഹിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ജനങ്ങൾ മോശയോട് നിലവിളിച്ചു. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അങ്ങനെ അഗ്നി ശമിച്ചു. കർത്താവിന്റെ അഗ്നി അവരുടെ ഇടയിൽ എരിഞ്ഞതുകൊണ്ട് ആ സ്ഥലത്തിന് തബേറ എന്ന് പേരായി. അപ്പോഴേക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന നീച പരീക്ഷയ്ക്ക് കൊതി വരുത്തു. സത്യവേദ ദിവസത്തിലൊന്ന് വായിച്ചു ആ സെന്റൻസ് 4 വേഴ്സ് 4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി സമ്മിശ്ര ജാതിയാണ് ഇവരെന്ന് പറയുന്നത്. ചിലപ്പോൾ അപ്പൻ ഇസ്രായേൽക്കാരനായിരിക്കും, അമ്മ ഈജിപ്റ്റ്, അല്ലെങ്കിൽ അമ്മ ഈജിപ്റ്റ്, അപ്പൻ ഇസ്രായേൽ. അപ്പൊ യഹോവയെ കുറിച്ചും കേട്ടിട്ടുണ്ട്, കാളയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ കൂട്ടം പരുമല തിരുമേനിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്, കർത്താവിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ഗീവരസ് പുണ്യാളിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, സ്വർലോരാജ്ഞിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ കൂടി കേട്ടിട്ടുണ്ട്. ഇവരങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ സമ്മിശ്ര ജാതിയാണ്. അപ്പൊ സർവ്വ യാക്കോവക്കാരും സർവ്വ കത്തോലിക്കരും സർവ്വ മർത്തോമക്കാരും ഒക്കെ സമ്മിശ്ര ജാതിയാണ്. മർത്തോമക്കാര് പുണ്യാളിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും മോർ ഗ്രേറ്റർ ഡേഞ്ചർ എന്താ ഇറ്റ് ഈസ് ലൈക്ക് ഇസ്ലാം. തബലീത്തയുടെ മുമ്പിൽ തല കുനിക്കുന്നുണ്ട്. കാബയുടെ മുമ്പിൽ മുസ്ലിങ്ങൾ തല കുനിക്കുന്ന പോലെ മർത്തോമക്കാര് തബലീത്തയുടെ മുമ്പിൽ തല കുനിക്കുന്നവരാ, അതിന്റെ മുമ്പിൽ ബലി അർപ്പിക്കുന്നവരാ. അപ്പൊ ഇത് അപ്പോഴേക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന നീച പരീക്ഷയ്ക്ക് കൊതി വരുത്തും. ഇസ്രായേൽക്കാർ നിലവിളിച്ചു പറഞ്ഞു. കണ്ടോ അതിന്റെ പ്രോഗ്രഷൻ കണ്ടോ? നീച പരീക്ഷ ഇൻസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ മറ്റവരെന്ത് ചെയ്തു? അവരും കൂടെ കൂടി. അവര് നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ. ഈജിപ്തിൽ വെച്ച് ചില വില കൊടുക്കാതെ തിന്നിട്ടുള്ള മീൻ ഒരു ലേഡി പറഞ്ഞ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഒരു ചേട്ടത്തി അനീതി രക്ഷിക്കപ്പെട്ടൊക്കെ പോന്നു കഴിഞ്ഞു. അപ്പൊ കല്യാണത്തിന് വലിയ മോടിയും ഇതൊന്നുമില്ല. അപ്പൊ ചേച്ചി പറയതേ, നമുക്ക് നമ്മുടെ മർത്തമകാരിയാ, നമ്മുടെ കല്യാണത്തിന് അച്ഛൻ ആ സ്വർണ്ണ ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗിയാണ്. പിന്നെ പുറത്തൊരു പക്ഷിയുടെ പടമുള്ള ഉടുപ്പ് അച്ഛന്റെ പുറകില്, പിന്നെ ഇങ്ങനെ സൂര്യന്റെ റേ പോലെയുള്ള കുറെ സാധനം, പെണ്ണിന്റെ ഉടുപ്പ് മന്ത്രകോടി, മന്ത്രമില്ലാത്ത കോടി ഒക്കെ. അപ്പൊ ഇവര് പറഞ്ഞു കൊടുത്തു, ഈജിപ്തിൽ കിട്ടിക്കൊണ്ടിരുന്ന മീനൊക്കെ ചിന്തിച്ചാല് നൈൽ നദിയിലെ മീൻ, ഇവിടെ ആ മീനില്ല, മരുഭൂമിയിൽ മീനുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ ഈജിപ്തിൽ വെച്ച് വില കൊടുക്കാതെ തിന്നിട്ടുള്ള മീൻ, വെള്ളരിക്ക,
വില കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്ലേവ്സിനെ എവിടെ കൊണ്ട് വില കൊടുക്കുന്നത്? അവർക്ക് വരുമാനവും ഇല്ല, അവർക്ക് ഒന്നും ഇല്ലാത്തവര് ഭക്ഷണം കിട്ടിയ കാര്യം ഇപ്പൊ ഇവർ പറയുന്നത്. വില കൊടുക്കാൻ ഒന്നുമില്ല. അടിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? മീൻ, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ഈരുള്ളി, വെളുത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർമ്മിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ശക്തി വാർന്നുപോയി. ഈ മന്ന അല്ലാതെ മറ്റൊന്നും കാണാനേ ഇല്ല. അപ്പൊ ഈ സമ്മിശ്ര ജാതി എന്ന് പറയുന്നത് തന്നെയാണ് ഇന്നത്തെ ക്രിസ്ത്യ സഭകളിൽ സമ്മിശ്ര ജാതിയുടെ പെർസെന്റേജ് എത്രയാ? 200%, 100-ലും കൂടുതലാണ്. കാരണം ഇത് ഈ സമ്മിശ്ര ജാതി ഉള്ളൂ. ഇനിയിപ്പോ പുണ്യാളിനും പുണ്യാളത്തിനും ഒന്നും ഇല്ലെങ്കിൽ അതിനേക്കാൾ പൊട്ടൻഷ്യൽ ഡേഞ്ചറാണ് ലോകസ്നേഹം, ദൈവത്തോടുള്ള ശത്രുത. ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ ശത്രുത, ദൈവമായിട്ടുള്ള ശത്രുത. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, കണ്ണിനിമ്പം, ലോകം, ഈ ലോകത്തിലെ സിസ്റ്റം മുഴുവൻ പിശാചിന്റെ പിടിയില്ല. അപ്പൊ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ ഡിസൈർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തിന്റെ എനിമി ആയിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്റെ മേൽ യാതൊരു അധികാരമില്ല. നമുക്ക് പിശാചിന് പിടികൊടുക്കാതെ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിച്ചേ പറ്റൂ. ലോകത്തിലെ കാര്യങ്ങളിൽ ഇമ്പവും മോഹവും ലോകത്തിലെ സ്വപ്നങ്ങളും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിശാചിന്റെ പിടിയില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ ശക്തി ചോർന്നു പോയി, മന്ന അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല. അപ്പൊ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫറോന് ദൈവത്തെ ആരാധിക്കാത്തവരെ ഇഷ്ടമില്ല. ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് ഫറോന് വേണ്ടത്. അത് പക്ഷെ സമ്മിശ്ര ജാതി ആയിരിക്കണം, ഈജിപ്തിൽ നിന്നുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പുരുഷന്മാർ മാത്രം പൊക്കും. മീൻസ് ഒരു ടോട്ടലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവാരാധന കർത്താവിന് അല്ലെങ്കിൽ പിശാചിന് അത് മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ കർത്താവിന് അത് ഇഷ്ടമല്ല. കർത്താവിന് മരുഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ടോട്ടലി സെപ്പറേറ്റഡ് ആയിട്ട് ആ ചെങ്കടൽ കടന്ന് അതിൽ നിന്ന് ടോട്ടലി മാറി നിന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് സാങ്ക്ടിഫിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. നമ്മളിപ്പോൾ ആദ്യ കുർബാനയ്ക്ക് വിളിക്കും, ശിശു സ്നാനത്തിന് വിളിക്കും. നോക്ക്, ബർത്ത്ഡേ ഇസ് ഡിഫറെന്റ്. സ്പിരിച്വൽ എന്തെങ്കിലും കളറുള്ള ഒരു ഇതിന് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്ഗ്രേസ്. പോളൊരു സ്ഥലത്ത് പറയുന്നില്ല, ഞാൻ തന്നെ തകർത്തത് ഞാൻ വീണ്ടും പണിയുവാണെങ്കിൽ ഞാനൊരു നിയമലംഘകൻ എന്ന് വരും. ഏത് ബുക്ക് ഏതാ? ഏതാ? കൊറിന്ത്യൻസാണ്. സിനി പറഞ്ഞു ഫസ്റ്റ് ടീം. ഇതൊക്കെ ബൈബിളിലെ ക്രൂഷ്യൽ വേർഡുകളാണ്. കാരണം ഇത് നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ആദ്യ കുർബാന ആയിക്കൊള്ളാൻ ഇതൊക്കെ ഞാൻ ആദ്യ കുർബാന ആയിക്കൊണ്ടിട്ട് അത് കുർബാന തെറ്റാന്ന് പ്രസംഗിക്കുന്ന ഞാൻ ആദ്യ കുർബാനയുടെ ബിരിയാണി തിന്നാൻ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡിസ്ഗ്രേസ്. ഏതാ ബുക്ക് ഏതാ ജോലി? ഇപ്പൊ അതൊക്കെ പറയുന്ന ഉറപ്പില്ല. എൻ്റെ ഏതാ ബ്ലാഡ്സൺ? മിക്കനയിൽ ഇതെല്ലാം അറിയാവുന്ന ആളാണ്. ഏതാ പിന്നെ? കാരണം ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാൻ തകർത്തതിനെ തന്നെ ഞാൻ പടുത്തുയർത്താൻ പോവുകയാണെങ്കിൽ, ശിശു സ്നാനം തെറ്റാന്ന് പറഞ്ഞാൽ മുതിർന്ന സ്നാനം ഏറ്റിട്ട് ശിശു സ്നാനത്തിന്റെ ബിരിയാണി തിന്നാൻ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡിസ്ഗ്രേസ്. യു ആർ ആൻ അബോമിനേഷൻ ടു ദി ലോർഡ്. ഏതാ ബുക്ക്? ഗലേഷ്യൻസ് 2:18 പക്ഷെ ഒരു കാര്യം, ഞാൻ തകർത്ത് കളഞ്ഞത് ഞാൻ തന്നെ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു നിയമലംഘകനാണെന്ന് വരും. അതെ, നമ്മൾ തെറ്റാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സാധനങ്ങൾ അതിന്റെ കൂടെ പോയിരിക്കും. അല്ലെങ്കിൽ കൊന്ത തെറ്റാന്ന് പറഞ്ഞ് കൊന്തയൊക്കെ എടുത്തു കളഞ്ഞിട്ട് കൊന്ത ഇല്ലെന്നവരെ നടുക്ക് പോയിരിക്കുവാണെങ്കിലും ശിക്ഷ കിട്ടുന്നു. ശിക്ഷയല്ലോ നമുക്ക് പ്രശ്നം. നമ്മൾ വെൻ യു ആർ ഡിസൊബേയിങ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രൈമറി ഇമോഷൻ എന്താ? കാര്യയോഗം. നമുക്ക് ശിക്ഷ കിട്ടുന്നത് പലപ്പോഴും നമുക്ക് ശിക്ഷ കിട്ടുമ്പോൾ വി ആർ മോർ ഹാപ്പി ദെൻ ഗ്രീവിങ് ദി ഹാർട്ട് ഓഫ് ദി ലോർഡ്. അല്ലേ? കർത്താവിന് ദുഃഖം ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ദുഃഖം. അതേ കർത്താവിന്റെ അടി കിട്ടിയ അത്രയും കുഴപ്പമില്ല. സോ സച്ച് എ ലവിങ് ലോർഡ്, ഇഫ് ഹി ഈസ് ഗെറ്റിംഗ് ഡിസപ്പോയിന്റഡ് അബൌട്ട് us, ദാറ്റ് ഈസ് മോർ ഗ്രീവിങ്. അല്ലേ? ഈ സാം 78:36 വായിക്കുമ്പോൾ അവർ തങ്ങളുടെ വായ കൊണ്ട് അവന് കപടസ്തുതി അർപ്പിച്ചു, അവനോട് കള്ളം പറഞ്ഞു, അവരുടെ ഹൃദയം അവനോട് അചഞ്ചലമായി ചേർന്ന് നിന്നില്ല. എത്രയോ വട്ടം മരുഭൂമിയിൽ വെച്ച് അവർ അവനെതിരെ കലാപമുയർത്തി, വിജനദേശത്ത് വെച്ച് അവനെ ദുഃഖിപ്പിച്ചു. കർത്താവ് ദുഃഖിപ്പിച്ചു. നോക്ക്, നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ദുഃഖിപ്പിച്ചാല് നോക്ക്, കർത്താവ് നോക്ക്, ഗോഡ് ഈസ് വിത്ത് ഇമോഷൻസ്. അല്ലെ? കർത്താവ് ദുഃഖിച്ച കാര്യം എഴുതിയിട്ടുണ്ട്, കരഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്, വിശന്ന കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്ക് കർത്താവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ കർത്താവിനോട് സ്നേഹമില്ലാതെ പെരുമാറുമ്പോൾ കർത്താവ് പെട്ടെന്ന് ദേഷ്യപ്പെടുക, അടിക്കും എന്നല്ല എന്ന്. ഹീസ് ഗ്രീവിങ് ഇൻ ഹിസ് ഹാർട്ട്.
ഇപ്പം നമ്മുടെ ഈ കാരണന്മാർക്ക് അറിയാം, നമ്മുടെ മക്കള് എന്തെങ്കിലും ഒരു ഡിസ്ഗ്രേസ് കൊണ്ടുവന്നാൽ ആ പിള്ളേരോട് ദേഷ്യം ഉണ്ടാവുമായിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് ഇൻവിസിബിൾ അവേഴ്സ് വി വിൽ ക്രൈ. ശരിയല്ലേ? അതെയോ ദേഷ്യമാണോ? നോ, യു വിൽ വീപ്പ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവിനെ ദുഃഖിപ്പിക്കുന്നത് ദാറ്റ് മസ്റ്റ് ബി മോർ പെയിൻഫുൾ ദാൻ ഫിയറിങ് ഹിസ് പണിഷ്മെന്റ്. പണിഷ്മെന്റ് സാരമില്ല, ബട്ട് when Lord is grieved by us, it's more painful. പ്രാർത്ഥിക്കും. രാജു പ്രാർത്ഥിക്കും.